السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനമുള്ള നാട്ടുകാരെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, ഏകനായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരുമെന്നും, നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ ഘോരമായ ഒരു വനത്തിന്റെ ഉള്ളിലൂടെ നടന്നു പോകാൻ. അയാൾ ഒരുപാട് സഞ്ചരിച്ചു. പെട്ടെന്ന് അയാളുടെ മുന്നിലേക്ക് അതിഭയങ്കരനായ ഒരു സിംഹം ചാടി വീണു. അയാള് പേടിച്ച് വിറച്ച് ഓടാൻ തുടങ്ങി. സിംഹം അയാളെ പിറകെ ഓടാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും മുന്നിലും പിന്നിലുമായി ഓടി ഓടി അവസാനം ആ മനുഷ്യൻ ഒരു കൊട്ടക്കിണറ്റിലേക്ക് വീണു. വീഴുന്ന വീഴ്ചയിൽ അയാൾക്കൊരു വള്ളിയിൽ പിടുത്തം കിട്ടി. ഇയാൾ ആ വള്ളിയിൽ അങ്ങനെ പിടിച്ച് നിന്നു. മുകളിലോട്ട് നോക്കി. അവിടെ താനെങ്ങാനും വള്ളി പിടിച്ചൊന്ന് മുകളിലേക്ക് കയറിയ തന്നെ കടിച്ചു കീറി തിന്നാൻ തയ്യാറായി നിൽക്കുന്ന സിംഹം. താഴോട്ട് നോക്കി. പത്തി വിടർത്തി നിൽക്കുന്ന സർപ്പം കിണറ്റിന്റെ അടിയിൽ. എന്ത് ചെയ്യും? വള്ളി വിട്ട് എങ്ങനെയെങ്കിലും മുകളിലേക്ക് കയറാമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. സിംഹത്തിന്റെ ശാപ്പാടാവും. വള്ളിയുടെ പിടിവിട്ട് കിണറ്റിന്റെ അടിയിൽ ചെന്ന് ആരെങ്കിലും വരുമ്പോ സഹായത്തിന് ചോദിക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല. സർപ്പത്തിന്റെ കൊത്തുകൊണ്ട് അവിടെ മരിക്കും. ഈ സന്ദർഭത്തിലാണ്
രണ്ട് എലികള് അങ്ങോട്ട് കടന്നു വരുന്നത്. ഒരു കറുത്ത എലിയും ഒരു വെളുത്ത എലിയും. ശരിക്കും ശ്രദ്ധിക്കണം. ഒരു കറുത്ത എലിയും ഒരു വെളുത്ത എലിയും അങ്ങോട്ട് കടന്നു വന്നു. എന്നിട്ട് ഇത് രണ്ടും കൂടി ഇയാള് തൂങ്ങിപ്പിടിച്ചിരിക്കുന്ന വള്ളി കരണ്ട് തിന്നാൻ തുടങ്ങി. ആകെയുള്ള ഒരു പിടിവള്ളിയാണ്. ആ പിടിവള്ളി കരണ്ട് തിന്നാൻ തുടങ്ങി. ആ സമയത്താണ് കിണറ്റിലേക്ക് ഏതോ ഒരു ഭാഗത്ത് നിന്ന് ചാഞ്ഞു നിന്നിരുന്ന മരത്തിന്റെ ചില്ലയിൽ നിന്ന് ഉറ്റി വീഴുന്ന തേൻ അത് ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇയാള് നാവ് നീട്ടി ഇങ്ങനെ ആ തേൻ ഇങ്ങനെ നക്കി കുടിക്കാൻ. ഇയാളെ കുറിച്ച് നമ്മൾ എന്ത് പറയും? എന്നാല് അയാളാണ് ഞാനും നിങ്ങളും ജീവിതത്തിൽ അയാളാണ്. മരണമാകുന്ന ജീവിതത്തിന്റെ അവസാനമാകുന്ന സിംഹവും മരണമാകുന്ന സർപ്പവും കിണറ്റിന്റെ മുകളിലും അടിയിലുമായി നമ്മളെ കാത്തു നിൽക്കുന്നു. ജീവിതമാകുന്ന വള്ളിയിൽ ഞാനും നിങ്ങളും വള്ളിപ്പിടിച്ചിരിക്കാൻ. ആ ജീവിതമാകുന്ന വള്ളി കറുത്ത എലിയായ രാത്രിയും വെളുത്ത എലിയായ പകലും കരണ്ട് തിന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ കറുത്ത എലിയും വെളുത്ത എലിയും ജീവിതമാകുന്ന വള്ളി കരണ്ട് തിന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ജീവിതത്തിന്റെ സുഖം ആസ്വദിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മനുഷ്യൻ, അല്ലെ? ഈ മനുഷ്യന്റെ കഥയും നമ്മുടെ ജീവിതവുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്ക്, എത്ര സാദൃശ്യമുണ്ട്, അല്ലെ? ചക്ഷുശ്രവണ കളസ്തെന്ന് കേട്ടിട്ടുണ്ടോ? പാമ്പിന്റെ വായയിൽ അകപ്പെട്ട തവള, അതിന്റെ പകുതി ഭാഗവും പാമ്പിന്റെ വായയുടെ ഉള്ളിലായിരിക്കും, പകുതി ഭാഗം പുറത്തും. ആ സമയത്തും തവളയുടെ കണ്ണിന്റെ മുന്നിലൂടെ ഒരു പ്രാണി പറന്നു പോയാൽ തവള നാവ് നീട്ടി ആ പ്രാണിയെ പിടിക്കാൻ ശ്രമിക്കും. ചക്ഷുശ്രവണകളസ്ഥ. പാമ്പിന്റെ തൊണ്ടയിലായിട്ടും ജീവിതത്തോടുള്ള ആർത്തി തീരാതെ ഭക്ഷണത്തോടും ഭോഗത്തോടും സുഖത്തോടും മാർഭാടത്തോടും ആവേശത്തോടുമുള്ള ആർത്തി തീരാതെ. ഇതാണ് ഈ കഥയിലൂടെ യഥാർത്ഥമായ ഒരു മനുഷ്യന്റെ ചിത്രം നമ്മുടെ മുന്നിൽ കഥാകാരൻ കൊണ്ടുവരുന്നത്. മരിക്കണം, നമുക്ക് വേണ്ടേ? മരിക്കാതെ ആരും ഇവിടെ ബാക്കിയാകില്ല. ആരും ഇവിടെ കാലാകാലത്തേക്ക് വന്നിട്ടില്ല. എല്ലാവരും മരിച്ചു പോകും. ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ കൂടി ഒരുപാട് സന്ദർഭങ്ങളിൽ മരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. സൂറത്തുൽ ആല ഇമ്രാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, അധികാരിയാകട്ടെ അധീനനാകട്ടെ, കുബേരനാകട്ടെ ദരിദ്രനാകട്ടെ, അമേരിക്കയിൽ എയർ കണ്ടീഷൻ സംവിധാനിച്ച മുറിയിൽ കിടന്നുറങ്ങുന്ന കുബേരപുത്രനായ സായിപ്പാകട്ടെ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ സോമാലിയൻ തെരുവീതികളിൽ കൂടി പട്ടിണി പരിവട്ടത്തിന്റെ പ്രതീകമായി അലഞ്ഞു തിരിയുന്ന പാവപ്പെട്ടവനാകട്ടെ, മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് പോകാമെന്ന യാത്രാധ്വനി മുഴക്കുന്ന സമയത്ത് ആ മരണത്തിന്റെ വേദന, ആ മരണത്തിന്റെ കൈപ്പുരുചി, ആ മരണത്തിന്റെ ഉപ്പുരസം അതെല്ലാവർക്കും അതുപോലെ തന്നെയാ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ആ മരണമാകുന്ന ഒരു സംഭവത്തോടുകൂടി ജീവിതത്തിന്റെ തിരശീല വീഴുന്നില്ല, ജീവിതം അവിടെ അവസാനിക്കുന്നില്ല. മറിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ല, ലോകത്ത് ജനിച്ച് വീണ സകല കോടി ശതകോടി പരകോടിക്കണക്കിന് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മരണമാകുന്ന തിരശീലയങ്ങ് പൊന്തിയാൽ അനന്തമായി അനശ്വരമായി പരന്നു കിടക്കുന്ന പരലോക ജീവിതത്തിലേക്കുള്ള കാൽവെപ്പാണത്. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ
النار وأدخل الجنة فقد فاز. ആ മരണാനന്തര ജീവിതത്തിൽ ആരാണോ രക്ഷ നൽകപ്പെട്ടത്, ആ മരണാനന്തര ജീവിതത്തിൽ ആർക്കാണോ നരകത്തിലേക്കുള്ള പ്രവേശനം തടയപ്പെടുന്നത്, ആ മരണാനന്തര ജീവിതത്തിൽ ആർക്കാണോ സ്വർഗമാകുന്ന ആനന്ദത്തിന്റെ താവളത്തിലേക്ക് പ്രവേശനം നൽകപ്പെടുന്നത്, ഫഖദ് ഫാസ്, അവനാണ് വിജയി, അവനാണ് വിജയി. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ലോകത്തെ ജീവിതമെന്ന് പറയുന്നത് വഞ്ചനയാണ് മക്കളെ. ഈ ലോകത്തെ പച്ചപ്പെന്ന് പറയുന്നത് വഞ്ചനയാണ് അനുജ. ഈ ലോകത്തെ പച്ചപ്പെന്ന് പറയുന്നത് വഞ്ചനയാണ് ജ്യേഷ്ഠ. ഈ ലോകത്ത് നിന്ന് ഒരു ദിനം നമുക്ക് വിട പറഞ്ഞു പോകേണ്ടതുണ്ട്, യാത്ര പറഞ്ഞു പോകേണ്ടതുണ്ട്. പടച്ചവൻ നിശ്ചയിച്ച അവധി വന്നെത്തിക്കഴിഞ്ഞാൽ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം എന്റെയും നിന്റെയും ശരീരത്തിന്റെ അടുത്ത് വന്നുകൊണ്ട് പോകാമെന്ന യാത്രാധ്വനി മുഴക്കിക്കഴിഞ്ഞാൽ എന്റെ മകളെ കെട്ടിക്കാനുണ്ടെന്ന് ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ വീടിന്റെ പണി തീർന്നിട്ടില്ലെന്ന് ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ഉമ്മ രോഗിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് 4 പെൺമക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സുഖമില്ലാത്തൊരു സഹോദരൻ എന്റെ വീട്ടിൽ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. വലയ്യു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. പടച്ചവൻ നിശ്ചയിച്ച അവധി വന്നെത്തിയാൽ എല്ലാം വിട്ടേച്ചുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പുറപ്പെടാനുണ്ട് സഹോദരങ്ങളെ. ആ മരണത്തെ കുറിച്ചുള്ള ഓർമ്മയാകണം നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. ആ മരണത്തിന് ശേഷം പടച്ച തമ്പുരാന്റെ പക്കലൊരു കോടതിയുണ്ട്. ആ കോടതിയുടെ പ്രത്യേകത എന്താ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നി. 10 മാസം ഗർഭം ചുമന്ന് യാതനയും വേദനയും സഹിച്ച് നൊന്തുപറ്റ മാതാവ് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കാണുമ്പോ ഓടിയകലുന്ന വല്ലാത്തൊരു ദിവസമാണത്. വസാഹിബതിഹി വബനീ, തന്റെ കൂടെ വർഷങ്ങളോളം കിടപ്പറ പങ്കിട്ട തന്റെ ഭാര്യയെ കാണുന്ന സമയത്ത് ഭർത്താവായ ഞാൻ ഓടിയകലുന്ന ദിവസം, എന്റെ കണ്ണിന് കുളിർമ നൽകിക്കൊണ്ട് എന്റെ കൺവട്ടത്തുകൂടി ഓടിക്കളിച്ച എന്റെ പൊന്നാര പൈതങ്ങള്, ആ മഹ്ശറയിൽ വെച്ച് ഞാൻ അവരെ കാണുമ്പോ ഞാൻ അവരിൽ നിന്ന് ഓടിയകലുകയാണ്. ബന്ധങ്ങൾക്ക് സ്ഥാനമില്ലാത്ത, സെന്റിമെന്റ്സുകൾക്ക് സ്ഥാനമില്ലാത്ത, ബന്ധങ്ങൾക്കും നൂലാദികൾക്കും യാതൊരു തരത്തിലുള്ള പ്രസക്തിയുമില്ലാത്ത ആ പരലോകത്തെ കുറിച്ച് ഓർമ്മയുണ്ടാകണം നമുക്ക്. ആ പരലോകത്ത് എന്റെ ഉമ്മ എനിക്ക് സഹായത്തിനെത്തില്ല, ആ പരലോകത്തിന്റെ വാപ്പ എനിക്ക് സഹായത്തിനെത്തില്ല, ആ പരലോകത്തിന്റെ സഹോദരന്മാർ എനിക്ക് സഹായത്തിനെത്തില്ല, ആ പരലോകത്ത് എനിക്ക് വേണ്ടി മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ആകാശത്തേക്ക് കൊത്തി ചിന്താബാധ വിളിച്ച എനിക്കുള്ള ആയിരക്കണക്കിന് അനുയായികൾ എന്റെ സഹായത്തിനെത്തില്ല. മറിച്ച് ആ പരലോകത്ത് അമലുകളില്ലാതെ നരകത്തിലേക്ക് കാലടി വെച്ചുകൊണ്ട് പോകുന്ന ഞാൻ എന്റെ ഉമ്മയെ കാണുകയാ. ഞാൻ എന്റെ ഉമ്മയുടെ അടുത്ത് പോയി പറയുകയാണ്, ഉമ്മ, ഉമ്മയുടെ പ്രിയപ്പെട്ട മോനാണ് ഞാൻ. ഉമ്മ ഒരുപാട് സ്നേഹിച്ച, ഉമ്മ ഒരുപാട് താരാട്ട് പാടിയ, ഉമ്മ ഒരുപാട് വാത്സല്യം നൽകിയ, ഉമ്മ ഒരുപാട് താരാട്ട് പാടി ഉറക്കിയ ഉമ്മാന്റെ പൊന്നാര മോനാണ് ഞാൻ. എനിക്കൊരു അമലിന്റെ കുറവുണ്ടുമ്മ, എനിക്ക് സ്വർഗത്തിലേക്ക് കിടക്കണമെങ്കിൽ ഉമ്മയുടെ സഹായം വേണം ഉമ്മ. അതുകൊണ്ട് ഒരൊറ്റ അമല് തന്നുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്റെ ഉമ്മ എന്നോട് പറയുന്ന മറുപടി, ഇല്ല മോനെ, ഇത് പരലോകമാ, ഇത് പരലോകമാണ് മോനെ, ഇത് മഅ്ശറയാണ് മോനെ, ഇവിടെ ഉമ്മ ബാപ്പ ബന്ധങ്ങളില്ല മോനെ, ഇവിടെ ഉമ്മ മകൻ ബന്ധങ്ങളില്ല മോനെ. അതുകൊണ്ട് നീ നരകത്തിലേക്ക് പോയാൽ എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവുമില്ല പൊന്നുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഉമ്മ വരെ എന്നെ തള്ളിക്കളയുന്ന ഈ ലോകത്ത് വെച്ച് സ്നേഹത്തിന്റെ പ്രതീകമായ, വാത്സല്യത്തിന്റെ പ്രതിരൂപമായ, കാരുണ്യത്തിന്റെ നിറകുടമായ എന്റെ പ്രിയപ്പെട്ട മാതാവെന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പരലോകത്ത് വെച്ച് എന്നെ അവഗണിച്ചുകൊണ്ട് നടന്നു പോകുന്ന സമയത്ത് അവിടെ രക്ഷക്കെത്താൻ ഒരു ഔലിയാക്കൾക്കും സാധ്യമല്ല.
അവിടെ രക്ഷക്കെത്താൻ ഒരു പ്രവാചകന്മാർക്കും സാധ്യമല്ല, അവിടെ രക്ഷക്കെത്താൻ ഒരു പുണ്യാത്മാക്കൾക്കും സാധ്യമല്ല. അവനവന്റെ ശരീരം പ്രവർത്തിച്ചതെന്താണോ, അവനവന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൂട്ടിയതെന്താണോ, അതല്ലാതെ മറ്റൊന്നും തന്നെ ആ മഅ്ശറ വൻസഭയിൽ വെച്ച് നമ്മെ തുണക്കാനെത്തില്ല. ആ മഅ്ശറയെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം, മരണത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം. അക്സിറു ദിക്റ ഹാദിഹിൽ ലദ്ദാതിൽ മൗത്ത്. മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തോടുകൂടി നമ്മോട് പറഞ്ഞ ഏറ്റവും വലിയ ഉപദേശം, ഏറ്റവും വലിയ തത്വം, ഏറ്റവും വലിയ ഫിലോസഫി, അക്സിറു ദിക്റ ഹാദിഹിൽ ലദ്ദാതിൽ മൗത്ത്. എല്ലാ സുഖഭോഗങ്ങളെയും മുറിച്ചു കളയുന്ന, എല്ലാ ആഹ്ലാദങ്ങൾക്കും തിരശീലയിടുന്ന, എല്ലാ സ്നേഹബന്ധങ്ങൾക്കും അന്തിമം കുറിക്കുന്ന ആ മരണമാകുന്ന കൈപ്പേറിയ അനുഭവത്തെ കുറിച്ച് നീ ഓർക്കണം മക്കളെ, നിങ്ങൾ ഓർക്കണം മക്കളെ. ലോകത്തുള്ള ശതകോടിക്കണക്കിന് മനുഷ്യരോട് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉപദേശം, സിറിയയുടെ മണ്ണിലേക്ക് ബോംബിട്ടുകൊണ്ട് പാവപ്പെട്ട നൂറുകണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്ന, നിരപരാധികളായ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുന്ന സ്വേച്ഛാധിപതികളായ ഭരണാധികാരികളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം അത് തന്നെയാണ്. അക്സിറു ദിക്റ ഹാദിഹിൽ ലദ്ദാതിൽ മൗത്ത്. നീ കൊന്നൊടുക്കുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ട നിരപരാധികളായ മനുഷ്യരുടെ ചോരക്ക് മരണമാകുന്ന പ്രതിപാദത്തിന് ശേഷം വിളിച്ചുകൂട്ടുന്ന ഒരു കോടതിയുണ്ട്. ആ കോടതിയിൽ വെച്ച് പടച്ച തമ്പുരാന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിക്കുകയാണ്. ഈ ലോകത്തിന്റെ പിന്നാലെ വിരളി പിടിച്ചുകൊണ്ട് ഓടുന്ന സമയത്ത് പാവപ്പെട്ടവന്റെ കണ്ണുനീര് കാണാൻ കഴിയാതെ, പാവപ്പെട്ടവന്റെ വിഷമം കാണാൻ സാധിക്കാതെ, പാവപ്പെട്ടവന്റെ ദുഃഖം കാണാൻ സാധിക്കാതെ, അന്യന്റെ അവകാശങ്ങളെ ചവിട്ടിമതിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തെ കരപ്പിടിപ്പിക്കുവാൻ വേണ്ടി മനുഷ്യത്വമില്ലാത്ത പ്രവർത്തികൾ ചെയ്യുന്ന മനുഷ്യരോട് 1400 വർഷങ്ങൾക്ക് മുമ്പ് മധ്യേഷ്യൻ മരുഭൂമിയുടെ മധ്യത്തിൽ ഉയർന്നു വന്ന മനുഷ്യ സ്നേഹത്തിന്റെ മകുടോദാഹരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിൽ നിന്ന് തീർന്നു വീണ അതുല്യവും അനുപമവുമായ ഉപദേശത്തിന്റെ കണിക. അക്സിറു ദിക്റ ഹാദിഹിൽ ലദ്ദാതിൽ മൗത്ത്. 21ാം നൂറ്റാണ്ടിന്റെ നടുവിൽ വെച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉത്തുംഗതയിലെത്തി അങ്ങ് ചൊവ്വാഗ്രഹത്തിലും എന്തിനു പറയുന്നു ക്ഷീരപഥം താണ്ടിക്കൊണ്ട് തമോഗർത്തങ്ങളെയും നക്ഷത്രങ്ങളെയും സഞ്ചരിച്ച് കാണുന്ന ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ മുന്നിൽ, നാളെയുള്ള ജീവിതത്തെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ മുന്നിൽ പടച്ചവൻ നൽകുന്ന ഏറ്റവും വലിയ ഉപദേശമിതാ. അക്സിറു ദിക്റ ഹാദിഹിൽ ലദ്ദാതിൽ മൗത്ത്. മരണമാകുന്ന പ്രതിഭാസത്തെ കുറിച്ച് ഓർക്കണം യുവാക്കളെ. മരണമാകുന്ന പ്രതിഭാസത്തെ കുറിച്ച്, കയ്പിനെ കുറിച്ച് ഓർമ്മ വേണം. ഗോണ്ടനാമോ തടവറയിൽ വെച്ച് പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ തലയ്ക്ക് തുപ്പാക്കി കൊണ്ടടിച്ച് പിടഞ്ഞു മരിക്കുന്ന മനുഷ്യരെ നോക്കിക്കൊണ്ട് ആർത്തട്ടഹസിക്കുന്ന സ്വേച്ഛാധിപതികളായ രാക്ഷസന്മാരോട് മനസ്സിന്റെ ഉള്ളിൽ കണിക പോലും, വാത്സല്യത്തിന്റെ കണിക പോലും ഇല്ലാത്ത, കാരുണ്യത്തിന്റെ കണിക പോലും ഇല്ലാത്ത രാക്ഷസന്മാരോട് അവരുടെ മനസ്സിനെ ഒന്ന് അലിയിക്കാൻ, അവരുടെ മനസ്സിനെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കാൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്ന ഉപദേശമാ അക്സിറു ദിക്റ ഹാദിഹിൽ ലദ്ദാതിൽ മൗത്ത്. എല്ലാ സുഖഭോഗങ്ങളെയും മുറിച്ചു കളയുന്ന മരണമാകുന്ന പ്രതിഭാസത്തെ കുറിച്ച് ഓർക്കണം മനുഷ്യരെ. ഈ മരണത്തിനെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ സഹോദരങ്ങളെ, സത്യത്തിൽ നമ്മുടെ ജീവിതം വിശുദ്ധമായി തീരും. ആ മരണത്തിന്റെ ഓരോ അവസ്ഥയും, ആ മരണത്തിന്റെ ഓരോ രംഗങ്ങളും, ആ മരണത്തിന്റെ ഓരോ രംഗങ്ങളും ഓരോ അവസ്ഥകളും ശരിക്കും നാം ഒന്ന് ആലോചിച്ചു നോക്കുകയാണെങ്കിൽ, ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, സത്യത്തിൽ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാൻ, ഒരു വേണ്ടാധീനവും ചെയ്യാൻ, ഒരു അധർമ്മവും ചെയ്യാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. ലോകം കണ്ട ഏറ്റവും വലിയ കപ്പൽ ടൈറ്റാനിക്, വളരെ പ്രസിദ്ധമാണ് ഇതിന്റെ ചരിത്രം. ആ ടൈറ്റാനിക് കടലിലേക്ക് പുറപ്പെട്ടപ്പോ അവര് പടച്ചോനെ വെല്ലുവിളിച്ചു. എന്ത്? ഈ കപ്പൽ തകർക്കാൻ ആർക്കും സാധ്യമല്ല,
ഈ കപ്പൽ തകർക്കാൻ ഒരു ശക്തിക്കും ഈ ലോകത്ത് സാധ്യമല്ല എന്ന് പടച്ച തമ്പുരാനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ടൈറ്റാനിക് എന്ന കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുത്തളത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. പടച്ചവൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. അള്ളാഹു ആ വെല്ലുവിളി ഏറ്റെടുത്തു. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിൽ എവിടെയോ ടൈറ്റാനിക് എന്ന അതിഭീമമായ കപ്പലിനെ കാത്തിരുന്ന മഞ്ഞുപാളി അതിന്റെ അന്ത്യാധ്യായം കുറിച്ചു. ടൈറ്റാനിക് കപ്പല് ആ മഞ്ഞുപാളിയിൽ അടിച്ചുകൊണ്ട് തകരാൻ തുടങ്ങിയ സന്ദർഭത്തിൽ ആളുകൾ 4 ഭാഗത്തു നിന്നും വ്യഭിചരിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, കള്ളു കുടിക്കുന്നു. കാരണം അന്ന് ആ കപ്പലിൽ സഞ്ചരിച്ചവർ മുഴുവനും കുബേരന്മാരാണ്, പണക്കാരാണ്. അവര് മുഴുവനും കപ്പലിന്റെ നാനാ ഭാഗത്ത് നിന്ന് ഡാൻസ് കളിക്കുന്നു, പാട്ടുപാടുന്നു, വ്യഭിചരിക്കുന്നു, കള്ളു കുടിക്കുന്നു, വേണ്ടാധീനം ചെയ്യുന്നു. പെട്ടെന്നാണ് ക്യാപ്റ്റന്റെ ഘനഗംഭീരമായ ശബ്ദം അവിടെ മുഴങ്ങുന്നത്. ക്യാപ്റ്റൻ പറഞ്ഞു, എല്ലാവരും ദർബാറിൽ ഒരുമിച്ച് കൂടണം. കപ്പലിന് ഒരു പ്രത്യേക പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുണ്ട്, എല്ലാവരും പെട്ടെന്ന് വരണം. എല്ലാവരും ആ ദർബാറിൽ ഒരുമിച്ച് കൂടി. ക്യാപ്റ്റൻ എഴുന്നേറ്റ് നിന്നു. ക്യാപ്റ്റൻ അവിടെ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാ നമ്മുടെ കപ്പൽ മുങ്ങാൻ പോവുകയാണ്. ഒരു ശക്തിക്കും നശിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് കടലിലേക്ക് എടുക്കപ്പെട്ട് നമ്മുടെ അതിസങ്കീർണമായ സാങ്കേതിക വിദ്യയുള്ള കപ്പൽ ഇതാ മുങ്ങിത്തകർന്ന് നാമാവശേഷമാകാൻ പോകുകയാണ്. ഞാനും നിങ്ങളും മരിക്കാൻ പോകുകയാണ്. പക്ഷേ ഈ കപ്പലിൽ കേവലം 100 ലൈഫ് ബോട്ടുകൾ മാത്രമുണ്ട്. എങ്ങനെ? 100 ലൈഫ് ബോട്ടുകൾ മാത്രം. എന്താ കാരണം? കപ്പൽ തകർക്കാൻ ആർക്കും സാധ്യമല്ല. അപ്പൊ പിന്നെ ലൈഫ് ബോട്ടിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ 100 ലൈഫ് ബോട്ടുകൾ മാത്രമുണ്ട്. ആ 100 ലൈഫ് ബോട്ടിൽ ജീവിതത്തിലേക്ക് തിരിച്ചു പോകേണ്ട ആളുകളെ നറുക്കിട്ടുകൊണ്ട് തെരഞ്ഞെടുക്കും. നിങ്ങൾ ആ രംഗമൊന്ന് മനസ്സിൽ കാണണം. ഈ 100 ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെടുന്ന ആളുകളെ നറുക്കിട്ടുകൊണ്ട് തെരഞ്ഞെടുക്കും. അതിനെതിരെ ഒരാൾ മിണ്ടിയാൽ, ആ നറുക്കെടുപ്പിനെതിരെ ഒരാൾ ഒരക്ഷരം മിണ്ടിയാൽ ആ സെക്കൻഡിൽ അവനെ വെടിവെച്ച് കൊല്ലും. ഒന്നും മിണ്ടാൻ പാടില്ല. അങ്ങനെ ക്യാപ്റ്റൻ നറുക്കെടുക്കാൻ തുടങ്ങി. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ആ ഒരു രംഗം, ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്ക്. ഒന്ന് കരയിലേക്ക് കപ്പലൊന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ ആ കരയിൽ വെച്ച് കപ്പലിലിരിക്കുന്ന കുബേരപുത്രന്മാരുടെ ചെരുപ്പഴിച്ച് ആ ചെരുപ്പ് നക്കിത്തുടച്ചു കൊടുക്കാൻ വരെ ആളുകളുണ്ട്. അത്രക്ക് പണക്കാര, അധികാരമുള്ള, സ്വാധീനമുള്ള, പണമുള്ള, ഒരുപാട് സ്വാധീനമുള്ള ആളുകളാണ് അവിടെ മുഴുവനുള്ളത്. പക്ഷേ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിൽ വെച്ച് പടച്ച തമ്പുരാൻ മരണമാകുന്ന പ്രതിഭാസത്തെ കൊണ്ട് ആ മനുഷ്യരെ പിടികൂടിയപ്പോ ക്യാപ്റ്റന്റെ കൈവെള്ളയിൽ നിന്ന് വീഴുന്ന കടലാസിന്റെ തുമ്പിലേക്ക് നോക്കിക്കൊണ്ട് കൈകൂപ്പി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുബേരപുത്രന്മാരുടെ ചരിത്രം, കുബേരപുത്രന്മാരുടെ ചിത്രം അത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം. അല്ലെ? ഒന്നുകൂടി എന്റെ ഉമ്മയെ ഒന്ന് കാണാൻ, ഒന്നുകൂടി എന്റെ മകനെ ഒന്ന് കാണാൻ, ഒന്നുകൂടി എന്റെ ഭാര്യയെ ഒന്ന് ചുംബിക്കാൻ, ഒന്നുകൂടി എന്റെ പിഞ്ചോമന പൈതലിനെ വാരിയെടുത്തുകൊണ്ടൊന്ന് ചുംബിക്കാൻ ഒരവസരം കൂടി, ഒരൊറ്റ അവസരം കൂടി ടൈറ്റാനിക്കിന്റെ ദർബാറിൽ കൂടി നിന്നിരുന്ന ആയിരക്കണക്കിന് കുബേരപുത്രന്മാരിൽ ഓരോ കുബേരപുത്രന്റെയും ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ അലതല്ലിയിരുന്ന വല്ലാത്തൊരാഗ്രഹം, ഒന്ന് ജീവിതം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. ഇവിടെയാണ് പടച്ച തമ്പുരാന്റെ, ഇവിടെയാണ് അല്ലാഹുവിന്റെ അചഞ്ചലമായ അജയ്യമായ വചനത്തിന്റെ പ്രസക്തി. വലയ്യു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. എത്ര പണമുണ്ടായിട്ടും കാര്യമില്ല മക്കളെ, എത്ര അധികാരവും എത്ര സ്വാധീനവും എത്ര ശക്തിയും ഉണ്ടായിട്ടും കാര്യമില്ല. പടച്ച തമ്പുരാൻ മരണത്തിനൊരു അവധി കുറിച്ചു കഴിഞ്ഞാൽ ആ അവധിയിൽ നിന്ന് തെല്ലിട ഒരു നിമിഷം നീട്ടിത്തരാൻ ലോകത്ത് അതിസങ്കീർണമായ മെഡിക്കൽ സംവിധാനമുള്ള ആശുപത്രിക്ക് പോലും സാധ്യമല്ല. അതിസങ്കീർണമായ സാങ്കേതിക വിദ്യകളുള്ള കപ്പലിന് പോലും സാധ്യമല്ല എന്ന് ടൈറ്റാനിക്കിന്റെ സംഭവത്തോടുകൂടി നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അല്ലെ? ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അന്ന് നമ്മുടെ കണ്ണു തുറന്നു. പക്ഷേ കാലത്തിന്റെ ഒഴുക്കിലെപ്പോഴോ വീണ്ടും നാം കണ്ണടച്ചു. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാം മംഗലാപുരത്ത് നടന്ന വിമാനാപകടം 2 വർഷങ്ങൾക്ക് മുമ്പ് മംഗലാപുരത്ത് നടന്ന വിമാനാപകടം. ആ മംഗലാപുരം എയർപോർട്ടിൽ പുറത്ത് കാത്തു നിന്നിരുന്ന ആളുകളുടെ ആ മാനസികാവസ്ഥ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആലോചിക്കണം. മംഗലാപുരം എയർപോർട്ടിൽ ഗൾഫിൽ പോയി വരുന്ന തന്റെ മകനെ സ്വീകരിക്കാൻ,
ഭർത്താവിനെ സ്വീകരിക്കാൻ, മക്കളെ സ്വീകരിക്കാൻ എത്ര ആളുകൾ കാത്തു നിന്നിട്ടുണ്ടാകും? ആദ്യമായി ഗൾഫിലേക്ക് പോയി തിരിച്ച് 2 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന തന്റെ മകനെ കാണുമ്പോ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പൊന്നാര ഉമ്മ, കന്നിപ്പോക്ക് പോയി ആദ്യമായി തിരിച്ചു വരുന്ന ഭർത്താവിനെ ഒരു നോക്ക് കാണാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്ന ഭാര്യ പ്രിയതമ, ജനിച്ചിട്ട് ഇതുവരെ തന്റെ ഉപ്പാനെ കണ്ടിട്ടില്ലാത്ത 2 വയസ്സ് മാത്രം പ്രായമുള്ള ജിജ്ഞാസയോടുകൂടി തന്റെ പിതാവിനെ ഒന്ന് കാണാൻ കാത്തു നിൽക്കുന്ന പിഞ്ചോമന പൈതലിന്റെ നിഷ്കളങ്കമായ ആകാംക്ഷ. ഇവരെ മുഴുവനും എതിരേറ്റത് എന്താണ്? ഇവർക്ക് മുഴുവനും കാണേണ്ടി വന്നത് എന്താണ്? ഭർത്താവിന്റെ കത്തിക്കരിഞ്ഞ ശരീരം, അല്ലെ? ഭർത്താവിന്റെ കത്തിക്കരിഞ്ഞ ശരീരം മകന് കൊടുക്കാൻ വേണ്ടി നാട്ടിലെ വിഭവങ്ങൾ ഉണ്ടാക്കി വന്ന ഉമ്മ വർഷങ്ങളായി ഗൾഫിലെ കുബൂസും തൈരും മാത്രം കഴിച്ച് ഉണങ്ങി മെലിഞ്ഞു വരുന്ന തന്റെ മകന്റെ വായിലേക്ക് നാടിന്റെ രുചി വെച്ച് നീട്ടാൻ വേണ്ടി ഉമ്മ പൊതിഞ്ഞുകൊണ്ടുപോയ പഴംപൊരി ആ ഉമ്മ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരയുന്ന ചിത്രം മീഡിയയിലൂടെ മനുഷ്യര് മുഴുവനും കണ്ടു, അല്ലേ? ലോകം മുഴുവനും കണ്ടു. പ്രിയപ്പെട്ട പിതാവിനെ ഒരു നോക്ക് കാണാൻ കൊതിച്ചു നിന്നിരുന്ന പിഞ്ചോമന പൈതലിന്റെ മുന്നിലേക്ക് കടന്നു വന്നത് കത്തിക്കരിഞ്ഞ് ചോരയും ചെലവും പുറത്തേക്കൊലിച്ചു വരുന്ന ശവായ പോലെയായ പിതാവിന്റെ മൃതദേഹം കണ്ട് പേടിച്ച് കരയുന്ന 100 കണക്കിന് 10 കണക്കിന് കുഞ്ഞുങ്ങളുടെ ചിത്രം കണ്ടു ലോകം മുഴുവൻ, അല്ലേ? ആദ്യമായി കല്യാണം കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയ തന്റെ ഭർത്താവ് തിരിച്ചു വരുന്ന കോലം കണ്ട് മോഹാലസ്യപ്പെട്ട് വീണ് ഭാര്യയെയും ഏറ്റുപിടിച്ചുകൊണ്ട് യുവാക്കള് ഹോസ്പിറ്റലിലേക്ക് നടന്നു പോകുന്ന കാഴ്ച ലോകം മുഴുവൻ കണ്ടു, അല്ലേ? അത്രയൊക്കെ കണ്ടിട്ടും, അത്രയൊക്കെ അറിഞ്ഞിട്ടും, അത്രയൊക്കെ മനസ്സിലാക്കിയിട്ടും ലോകം ഇന്ന് വരെ മരണത്തിന്റെ സത്യം മനസ്സിലാക്കാൻ തയ്യാറായിട്ടില്ല. എന്താണ് മരണം? മരണത്തിന്റെ അവസ്ഥ എന്താണ്? മരണത്തിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ, അതൊന്ന് തിരിച്ചറിയാൻ ബുദ്ധിയുണ്ടെന്ന് അഭിമാനിക്കുന്ന 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യന്റെ മക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, എപ്പോഴാണ് നമുക്ക് സാധിക്കുക? ഇനി എപ്പോഴാണ് നമുക്ക് സാധിക്കുക? ഇനി എപ്പോഴാണ് നാം നന്നാകുക? മരണത്തിന്റെ ഭയാനകമായ അവസ്ഥ എത്ര നമ്മുടെ കൺമുന്നിൽ കണ്ടു. റോഡ് അപകടത്തിൽ തല പകുതി മുറിഞ്ഞുപോയി പിടഞ്ഞു മരിക്കുന്ന യുവാവിന്റെ ശരീരത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രത്യേക ലായനികളും പ്രത്യേക തരത്തിലുള്ള വിയർപ്പുകളും പ്രത്യേക തരത്തിലുള്ള മണങ്ങളും അവൻ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളും എത്ര തവണ സാക്ഷ്യം വഹിച്ചു. പക്ഷേ മരണത്തിന്റെ ഭയാനകത ഓർക്കാൻ 70 വയസ്സ് കഴിഞ്ഞിട്ടും നമുക്ക് കഴിഞ്ഞിട്ടില്ല, അല്ലേ? എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓർക്കുമ്പോ ഒരു ഭീതിയോടെ അല്ലാതെ അത് ഓർക്കാൻ സാധിക്കാറില്ല. നിലമ്പൂരിൽ നിന്ന് കണ്ണൂരേക്ക് തിരിച്ചു വരുന്ന സമയം, എന്റെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയം, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ ട്രെയിനിന് കാത്തു നിൽക്കുക. ആ സമയം കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഒരു ട്രെയിൻ. ആ ട്രെയിനിലേക്ക് ഓടിക്കയറി ഒരു പെൺകുട്ടി, ഏകദേശം +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി ഓടിക്കയറി കയറുന്ന കയറ്റത്തിനിടയിൽ, നീങ്ങിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലേക്ക് കയറുന്ന കയറ്റത്തിനിടയിൽ പെൺകുട്ടിയുടെ കാല് സ്ലിപ്പായി താഴേക്ക് വീണു. സങ്കോചിക്കുന്ന പ്രത്യേക സംവിധാനം ഉണ്ടല്ലോ, 2 ടയറുകൾക്കിടയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കോചിക്കുന്ന ഒരു സംവിധാനം. അതിന്റെ ഇടയിൽ പെൺകുട്ടിയുടെ തല കുടുങ്ങി. ട്രെയിൻ ഒന്ന് മുന്നോട്ടെടുത്താൽ ഈ പെൺകുട്ടിയുടെ തല വേറെയാകും, ഉടല് വേറെയാകും. പിന്നോട്ടെടുത്താലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ പെൺകുട്ടി ശ്വാസം മുട്ടിക്കൊണ്ട് അവിടെ നിന്ന് പെടയാണ്. 100 കണക്കിന് ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട്. ആ നോക്കി നിൽക്കുന്ന കൂട്ടത്തിൽ ഡോക്ടറുണ്ട്, എഞ്ചിനീയർ ഉണ്ട്, വിശുദ്ധരന്മാരുണ്ട്, വിശാരദന്മാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, MLA മാരുണ്ട്, അധികാരികളുണ്ട്, ബുദ്ധിമാന്മാരുണ്ട്, കവികളുണ്ട്, എല്ലാവരും നോക്കി നിൽക്കാൻ ഈ പെൺകുട്ടി 20 മിനിറ്റോളം അവിടെ കിടന്ന് പെടഞ്ഞ് മരണത്തിന്റെ ഇടയിൽ അവൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലേക്ക് കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്തു. നിങ്ങളൊന്ന് ചിന്തിക്കണം, മരണത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ആത്മാഭിമാനമുള്ള, അന്തസ്സുള്ള, ചാരിതാർത്ഥ്യമുള്ള, തറവാടിത്തമുള്ള, വിദ്യാഭ്യാസമുള്ള, സൗന്ദര്യമുള്ള
ഒരു പെൺകുട്ടി മരണത്തിന്റെ വെപ്രാളത്തിൽ നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കുന്നുവെന്ന ചിന്തയില്ലാതെ അതുപോലും മറന്നുപോയി പരിസരബോധം നഷ്ടപ്പെട്ട് ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലേക്ക് കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുന്ന വല്ലാത്തൊരവസ്ഥ അത് ഈ ലോകത്ത് പിറന്നു വീണ ഓരോ മനുഷ്യനും അനുഭവിക്കേണ്ട മരണം. അത് ഈ ലോകത്ത് പിറന്നു വീണ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട മരണം. സഹോദരങ്ങളെ, അതിൽ നിന്ന് നമുക്ക് രക്ഷയില്ല, അതിൽ നിന്ന് നമുക്ക് രക്ഷയില്ല. പടച്ചതമ്പുരാൻ ഖുർആനിലൂടെ പറഞ്ഞു, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയി അർളിൻ തമൂത്. ഈ ലോകത്ത് ജീവിക്കുന്ന കോടാനുകോടി മനുഷ്യരിൽ എവിടെയാണ് എപ്പോഴാണ് അവർക്ക് മരണം വന്നെത്തുകയെന്ന് ആർക്കും തന്നെ പറയാൻ സാധ്യമല്ല. ആർക്കും തന്നെ പടച്ചതമ്പുരാൻ അറിയിച്ചു കൊടുത്തിട്ടില്ല. ഈ പരിപാടി കഴിഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ എന്നെ കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാവിന് ഒരു പക്ഷേ ഏറ്റെടുക്കേണ്ടി വരിക ജീവച്ഛവമായി കിടക്കുന്ന എന്റെ ശരീരമായിരിക്കുമോ, അല്ലെങ്കിൽ എന്റെ മയ്യത്തായിരിക്കും. എല്ലാ ഐഡന്റിറ്റികളും നശിക്കുന്ന, എല്ലാ അന്തസ്സും മുറിഞ്ഞു പോകുന്ന, എല്ലാ ചാരിതാർത്ഥ്യവും ഇല്ലാതെയാകുന്ന, എല്ലാ പ്രൗഢിയും അവസാനിക്കുന്ന, എല്ലാ ആത്മാഭിമാനങ്ങളും ഏതൊരു മരണത്തിന്റെ മുന്നിലാണോ അടിയറ വെക്കുന്നത്, ആ മരണത്തിനെ കുറിച്ചുള്ള ഓർമ്മ സഹോദരങ്ങളെ വർദ്ധിപ്പിക്കണേ. ആ മരണത്തെ കുറിച്ചുള്ള ചിന്ത ജീവിതത്തിൽ എപ്പോഴും അധികരിപ്പിക്കണേ. അതുമാത്രമേ ജീവിതത്തെ നന്നാക്കാൻ ലക്ഷ്യമുള്ളൂ. അതുമാത്രമേ ജീവിതത്തെ നന്നാക്കുവാനുള്ള വഴി നമ്മുടെ കയ്യിലുള്ളൂ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവിടുന്ന് എന്റെ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് മരിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ വീട്ടിൽ വിളിക്കും, എന്നിട്ട് പറയും നിങ്ങളുടെ മകൻ മരിച്ചിട്ടുണ്ട്. ഒരു ഷോക്കോടുകൂടി അടിക്കാല് മുതൽ മുടിവരെ തുളച്ചു കയറുന്ന ഒരു വൈദ്യുത പ്രവാഹത്തോടുകൂടി എന്റെ ഉമ്മയും ബാപ്പയും ആ വാർത്ത സ്വീകരിക്കും. അവരൊരുപാട് കരയും. അവസാനം അവരെന്റെ മയ്യത്ത് കൊണ്ടുവരുന്നതിനായി കാത്തു നിൽക്കും. അങ്ങനെ എന്റെ മയ്യത്ത് എന്റെ വീടിന്റെ പടിവാതിൽ കടന്ന് എന്റെ വീടിന്റെ സെൻട്രൽ ഹാളിൽ ആളുകൾക്ക് കാണാൻ വേണ്ടി പ്രദർശനത്തിന് വെക്കും. അവസാനം എന്റെ പൊന്നു പിതാവ്, എന്റെ പൊന്നു മാതാവ് ചോദിക്കും, മയ്യത്തെടുക്കുന്നില്ലേ കുളിപ്പിക്കാൻ? ഇതുവരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ മോനെ എന്ന് മാത്രം വിളിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട പിതാവ് അടുത്ത സെക്കൻഡിൽ, ഞാൻ മരിച്ചതിന്റെ അടുത്ത നിമിഷത്തിൽ എന്നെ കുറിച്ച് ചോദിക്കുന്നത്, എന്നെ കുറിച്ച് പറയുന്നത് ഉനൈസ് എന്നല്ല, മോൻ എന്നല്ല, പിന്നെ എന്താ? മയ്യത്ത് എന്നാണ്. എന്താണ് മയ്യത്തിന്റെ മലയാളം? എന്താണ് മയ്യത്തിന്റെ തരംതാന്ന മലയാളത്തിലുള്ള അർത്ഥം? ശവം അല്ലേ? ശവം, അതാണ് എനിക്കുള്ള പേര്. ഞാൻ എത്ര തന്നെ പ്രൗഢിയുള്ളവനായാലും, എത്ര തന്നെ പ്രശസ്തിയുള്ളവനായാലും, എത്ര തന്നെ കഴിവുള്ളവനായാലും, മരിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട മാതാവ് പോലും എന്നെ കുറിച്ച് ചോദിക്കുന്നത് മയ്യിത്ത് എന്നാണ്, എന്നെ കുറിച്ച് പറയുന്നത് മയ്യിത്ത് എന്നാണ്. സഹോദരങ്ങളെ, ഇതാണ് ഒരു മനുഷ്യന്റെ മരണം. ഇതാണ് ഒരു മനുഷ്യന്റെ മരണം അല്ലെ? യശാ നമസ്കാരം കഴിഞ്ഞ് ധൃതിപ്പെട്ടുകൊണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന എന്നോട് പള്ളിയിലെ മൂലക്കിരിക്കുന്ന സെക്രട്ടറി ചോദിച്ചു, എന്താ മോനെ ഇത്ര ധൃതിപ്പെട്ട് നടന്നു പോകുന്നത്? കുറച്ചു നേരം സംസാരിച്ചിട്ടൊക്കെ പോകാം, കുറച്ചു നേരം ഇവിടെ ഇരിക്കുക, പള്ളിയിൽ കുറച്ചു നേരം സംസാരിച്ച് കിസ പറഞ്ഞിട്ടൊക്കെ പോകാം. ഞാൻ പറഞ്ഞു, കാക്ക പറ്റൂല, എന്റെ ഭാര്യ ഒറ്റക്കാണ്, അവൾക്ക് ഇരുട്ട് പേടിയാണ്, രാത്രി ഒറ്റക്ക് നിൽക്കാൻ പേടിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയി. അതേ അടുത്ത ആഴ്ച, ഒരാഴ്ചക്കുള്ളിൽ എന്റെ ഭാര്യ മരണമടഞ്ഞു. യശാ നമസ്കാരം കഴിഞ്ഞ് ഞാൻ എവിടേക്ക് നടന്നു പോകും? ഒരാഴ്ച മുമ്പ് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന നാട്ടിൻ പുറത്ത് എല്ലാ സൗകര്യങ്ങളുമുള്ള ടൈൽസ് ഒട്ടിച്ച ഒരു വീടിന്റെ ഉള്ളിൽ രാത്രി പേടിയാണെന്ന് പറഞ്ഞ് എന്റെ ഭാര്യയ്ക്ക് കൂട്ടുനിൽക്കാൻ ധൃതിപ്പെട്ടുകൊണ്ട് നടന്നു പോയ ഞാൻ 6 അടി മണ്ണിന്റെ അടിയിൽ പകൽ സമയത്ത് പോലും ആളുകൾ കടന്നു ചെല്ലാൻ പേടിക്കുന്ന പള്ളിക്കാട്ടിന്റെ ഏതോ ഒരു മൂലയിൽ കിടന്നുറങ്ങുന്ന എന്റെ ഭാര്യയുടെ അടുത്തേക്ക് ഞാൻ നടന്നു പോകുമോ? അല്ല എന്റെ ഉമ്മയുടെ അടുത്തേക്ക് ഞാൻ നടന്നു പോകുമോ? എന്റെ ഉമ്മയുടെ അടുത്തേക്ക്, ജീവിച്ചിരിക്കുന്ന എന്റെ പെങ്ങന്മാരുടെ അടുത്തേക്ക്, ജീവിച്ചിരിക്കുന്ന എന്റെ കുടുംബാംഗങ്ങളുടെ അടുത്തേക്ക് എന്റെ മനസ്സിൽ 6 അടി മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ഭാര്യയുടെ ചിത്രമുണ്ടെങ്കിലും അവൾക്ക് കൂട്ടുകിടക്കാൻ ലോകത്തെ എത്ര സ്നേഹമുള്ള ഭർത്താവും തയ്യാറാകാറില്ല എന്നതാണ് സത്യം അല്ലേ? സ്നേഹം മുഴുവനും മുറിഞ്ഞു പോകുന്ന മരണം.
സ്നേഹവും വാത്സല്യവും കാരുണ്യവും ഐഡന്റിറ്റിയും എല്ലാം നശിച്ചു പോകുന്ന മരണം. ആ മരണത്തെ കുറിച്ചാകട്ടെ ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകേണ്ടത്. ഈ പരിപാടി ആരെയും വേദനിപ്പിക്കാനുള്ളതല്ല, ഈ പരിപാടി ആരെയും ദുഃഖിപ്പിക്കാനുള്ളതല്ല, ഈ പരിപാടി ആരെയും വിഷമിപ്പിക്കാനുള്ളതല്ല. മറിച്ച് ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ട് മാത്രമാണ്. ആരും ഈ പരിപാടി കേൾക്കുന്ന ഒരാളും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, തെറ്റിദ്ധരിച്ചു പോകരുത്. ഈ പരിപാടി കൊണ്ട് നന്മയല്ലാതെ മറ്റൊന്നും തന്നെ ഇതിന്റെ സംഘാടകരോ പ്രഭാഷകരോ ഉദ്ദേശിക്കുന്നില്ല. വല്ലാഹി സത്യം, വല്ലാഹി സത്യം, വല്ലാഹി സത്യം. ഈ പരിപാടി കൊണ്ട് ഉദ്ദേശം നാളെ മരിച്ചു കഴിഞ്ഞ് അല്ലാഹുവിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോ പടച്ചവനോട് പറയണം, പടച്ചവനെ, ഷിർക്കിന്റെ കൂടാരത്തിലേക്ക്, ഷിർക്കിന്റെ കൂടാരത്തിൽ സ്മൃതിയടഞ്ഞിരുന്ന ഈ പ്രദേശത്ത്, വെളിയങ്കോട് പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരുപാട് ആളുകളോട് ഒരു വട്ടമെങ്കിലും പടച്ചവനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, കേൾക്കാത്തത് ഞങ്ങളുടെ കുറ്റമല്ല എന്ന ഒരൊറ്റ ഉദ്റിന് വേണ്ടി മാത്രമാണ് ഈ പരിപാടി എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഇന്നത്തെ വിഷയം ഇബ്രാഹിമി മില്ലത്തി എന്നുള്ളതാണ്. ഇബ്രാഹിമി മില്ലത്തി എന്നുള്ളതാണ്. എന്താണ് ഇബ്രാഹിമി മില്ലത്ത്? അതിന്റെ ABCD തൗഹീദാണ്. ഇബ്രാഹിമി മില്ലത്തിന്റെ ABCD എന്ന് പറയുന്നത് തൗഹീദാണ്. തൗഹീദ് ഇല്ലാതെ ഇബ്രാഹിം മില്ലത്തില്ല. ഇബ്രാഹിം മില്ലത്തില്ലാത്ത ഒരു തൗഹീദുമില്ല എന്നുള്ളതാണ് സത്യം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഖുർആനിലും ഹദീസിലും പരിചയപ്പെടുത്തിയത് പ്രകാരം അവൻ അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്, വാത്സല്യമുള്ളവനാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് യുദ്ധത്തടവുകാരെ പിടിച്ചു. അങ്ങനെ ആ യുദ്ധത്തടവുകാരെ പ്രവാചകനും സഹാബത്തും ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന്റെ ഇടയിൽ ഒരു സ്ത്രീ ഇങ്ങനെ അലറിക്കരഞ്ഞുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. എന്താണ് ആ സ്ത്രീ അലറിക്കരയുന്നതെന്ന് പ്രവാചകനും സഹാബത്തും ചെവി കൂർപ്പിച്ച് കേട്ടു നോക്കി. അപ്പോ ആ സ്ത്രീ പറയുന്നത് ഇപ്രകാരമാണ്: യാ വലദി, യാ വലദി ഐന അൻത്, എന്റെ മോനെ, എവിടെയാണ് നീ, എവിടെയാണ് നീ? യുദ്ധത്തിന്റെ കോലാഹലങ്ങൾക്കിടയിൽ എപ്പോഴോ ആ സ്ത്രീക്ക് അവരുടെ മകനെ നഷ്ടപ്പെടുകയുണ്ടായി. ആ മകനെ നഷ്ടപ്പെട്ട വേദനയിൽ യുദ്ധത്തടവുകാർക്കിടയിലൂടെ മകനെയും തെരഞ്ഞുകൊണ്ട് ഓടി നടക്കുകയാണ് സ്ത്രീ. പക്ഷെ കിട്ടിയില്ല. ഒരുപാട് തെരഞ്ഞു. ആ സ്ത്രീ ബോധം കെട്ടു വീണു. ബോധം ഉണർന്ന ഉടനെ വീണ്ടും ആ സ്ത്രീ ചോദിക്കുന്നത്, എവിടെ എന്റെ മകൻ, എവിടെ എന്റെ മകൻ? വീണ്ടും ഒരുപാട് അന്വേഷിച്ചു, കിട്ടിയില്ല. വീണ്ടും ബോധരഹിതയായി വീണു. വീണ്ടും ബോധം തെളിഞ്ഞു. വീണ്ടും ഒരുപാട് അന്വേഷിച്ചു, ബോധരഹിതയായി വീണു. അങ്ങനെ ആവർത്തിച്ച് മോഹാലസ്യപ്പെട്ടു വീണ് അവസാനം നിരാശയായി ആ യുദ്ധത്തടവുകാർക്കിടയിൽ ഒരു മൂലയിൽ കൈകൾ മുട്ടോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഏങ്ങി ഏങ്ങി കരയുന്ന ആ സ്ത്രീയുടെ അടുത്തേക്ക് നഷ്ടപ്പെട്ട തന്റെ കുഞ്ഞ് ഉമ്മ എന്ന് വിളിച്ച് ഓടി വന്നു. ഉമ്മ എന്ന പഞ്ചാര വാക്കുമായി അവരുടെ കുഞ്ഞു ഓടി വന്നു. അവർക്ക് തന്റെ കണ്ണിനെ വിശ്വസിക്കാൻ സാധിച്ചില്ല. അലറിക്കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ എഴുന്നേറ്റു. തന്റെ മകനെ വാരിയെടുത്തു. അവന്റെ കവളത്തേക്കും അവന്റെ നെറ്റിയിലേക്കും അവന്റെ നെഞ്ചത്തേക്കും തുരുതുര ഉമ്മ വെച്ചു. ഒരുപാട് നേരം പൊട്ടിക്കരഞ്ഞു, ഒരുപാട് നേരം പൊട്ടിച്ചിരിച്ചു. എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി എന്ന് താൻ വിചാരിച്ച തന്റെ പിഞ്ചോമന പൈതലിനെ കൈ കിട്ടിയപ്പോ ആ സന്തോഷത്തിന്റെ വികാരം എപ്രകാരം പ്രകടിപ്പിക്കണമെന്നറിയാതെ പൊട്ടിക്കരയുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന ആ മാതാവിനെ ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചു, അനുചരന്മാരെ, ഈ മാതാവ് തന്റെ കുഞ്ഞിനെ തീയിലേക്ക് എറിഞ്ഞു കളയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, ഇല്ല പ്രവാചകരെ, ഒരിക്കലുമില്ല. ആ മാതാവിന്റെ ചുണ്ടിന് 1% ജീവന്റെ ചൈതന്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവന് ഭയപ്പെടാൻ അവർ സമ്മതിക്കില്ല പ്രവാചകരെ എന്ന് സഹാബികൾ മുഴുവനും ഒരുപോലെ മറുപടി പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2-3 ആഴ്ചകൾക്ക് മുമ്പ് പത്രത്തിന്റെ താളുകളിൽ മഹനീയമായ ഹൃദയഹാരിയായ ഹൃദയത്തെ തകർത്ത് കളയുന്ന ഒരു കാഴ്ച നാം കാണുകയുണ്ടായി. എന്താണ്? ആഫ്രിക്കൻ രാജ്യത്ത് ഏതോ ഒരു കെട്ടിടത്തിന് തീപിടിച്ച് ആ കെട്ടിടം മുഴുവൻ കത്തി നശിക്കുന്ന സമയത്ത് തന്റെ പിഞ്ചോമന പൈതലിനെ വലത് കൈയിലേക്ക് എടുത്തു പിടിച്ചുകൊണ്ട് ജനൽപാളിയിലൂടെ പുറത്തേക്ക് ഇങ്ങനെ നീട്ടിപ്പിടിക്കുന്ന കറുത്ത സ്ത്രീയായ ഒരു അമ്മ അല്ലേ? ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന സമയമേതാ? അവന് ഏറ്റവും സഹിക്കാൻ കഴിയാത്ത വേദന ഏതാ? തൊലികൾ കത്തിയെരിയുന്ന സമയത്ത് ആ തൊലിക്കിടയിലുള്ള ചോരയും ചെലവും പുറത്തേക്ക് ചീറ്റി വേദന അനുഭവിക്കുന്ന സമയത്ത്
തന്റെ ശരീരം കത്തിത്തീരുന്ന സമയത്തും ആ മാതാവ് തന്റെ പിഞ്ചോമന പൈതലിനെ ആരെങ്കിലും കണ്ട് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ച് ജനൽപ്പാളിയിലൂടെ പുറത്തേക്ക് നെട്ടിപ്പിടിക്കുമ്പോ അവിടെ ലോകത്തിന് മുഴുവനും ആ ഉമ്മ തരുന്ന ഒരു സന്ദേശമുണ്ട്. എന്താണെന്നറിയോ? ലോകത്ത് ആയിരക്കണക്കിന് പോറ്റമ്മമാരും ആയിരക്കണക്കിന് നഴ്സുമാരും ആയിരക്കണക്കിന് പരിചാരകർ വന്നാലും ഒരു ഉമ്മ, ഒരു പ്രസവിച്ച ഉമ്മയുടെ സ്നേഹത്തിന് തുല്യം വെക്കാൻ ഒന്നുമില്ല. അത് സഹാബികൾക്കറിയാമായിരുന്നു. പ്രവാചകനോട് പറഞ്ഞു, ഇല്ല പ്രവാചകരെ, അവരുടെ ചുണ്ട്, അവരുടെ കൊക്കിനൊരു ശതമാനമെങ്കിലും ജീവൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവന് എന്തെങ്കിലും അപകടം സംഭവിക്കാൻ അവർ സമ്മതിക്കുകയില്ല പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു മറുപടി കൊടുത്തു. എന്നാൽ ഈ ഉമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോട് എത്രമാത്രം സ്നേഹമുണ്ടോ അതിനേക്കാൾ 70 ഇരട്ടിയാണ് അള്ളാഹുവിന് അവന്റെ അടിമയോടുള്ള സ്നേഹം. 1, 2, 3 70 ഇരട്ടി. എന്നോട് എന്റെ ഉമ്മയ്ക്ക് ഉള്ളതിനേക്കാൾ 70 ഇരട്ടി സ്നേഹമാണ് എന്നോട് എന്റെ റബ്ബിനുള്ളത് എന്നാണ് അവിടെ പറഞ്ഞത്. ഒന്ന് ചിന്തിക്കണം. കേവലം ഒരു കഥ കേൾക്കുന്നത് പോലെ ലാഘവത്തോടെ കേൾക്കാതെ പടച്ചവന്റെ സ്നേഹത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക്. ഖുദ്സിയായ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു, അള്ളാഹുവിന് 100 കാരുണ്യമുണ്ട്. എത്ര കാരുണ്യം? 100 കാരുണ്യം. ആ 100 കാരുണ്യത്തിൽ നിന്ന് ഒരൊറ്റ കാരുണ്യം മാത്രമേ പടച്ച തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളൂ. ആ ഒരൊറ്റ കാരുണ്യത്തിൽ നിന്ന് പങ്കിട്ടെടുത്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയിലും കോളേജിലും പോയി സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും പാഠങ്ങൾ പഠിക്കാത്ത വനാന്തരങ്ങളിൽ ജീവിക്കുന്ന ക്രൂരയായ സിംഹം തന്റെ കുഞ്ഞിനോട് വാത്സല്യം കാണിക്കുന്നത്. ആ ഒരൊറ്റ സ്നേഹത്തിൽ നിന്ന് പങ്കിട്ടെടുത്തുകൊണ്ടാണ് പരുന്തിന്റെ നീൽവട്ടം കാണുന്ന സമയത്ത് തന്റെ കോഴിക്കുഞ്ഞുങ്ങളെ ചിറകിനടിയിലേക്ക് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തള്ളക്കോഴി കാണിക്കുന്ന സ്നേഹം. ആ ഒരൊറ്റ സ്നേഹത്തിൽ നിന്ന് പങ്കിട്ടെടുത്തുകൊണ്ടാണ് ആഴങ്ങളിൽ പുഴയുടെയും കടലിന്റെയും ആഴങ്ങളിൽ തന്റെ കുഞ്ഞുങ്ങളോട് സ്നേഹം കാണിക്കുന്ന ഭീമാകാരങ്ങളായ മത്സ്യങ്ങൾ ആ ഒരൊറ്റ സ്നേഹത്തിൽ നിന്ന് പങ്കിട്ടെടുത്തതാണ്. ആ ഒരൊറ്റ സ്നേഹത്തിൽ നിന്ന് പങ്കിട്ടെടുത്തുകൊണ്ടാണ് ലോകത്ത് ജീവിക്കുന്ന കോടാനുകോടി മാതാക്കളും പിതാക്കളും സഹോദരന്മാരും സഹോദരിമാരും കോടാനുകോടി ജൈവ വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും പരസ്പരം പങ്കുവെക്കുന്ന സ്നേഹവും വാത്സല്യവും കാരുണ്യവും അനുകമ്പയും പടച്ച തമ്പുരാൻ അവന്റെ 100 കാരുണ്യത്തിൽ നിന്ന് ഒരു കാരുണ്യം ഈ ലോകത്തേക്ക് അവതരിപ്പിച്ചപ്പോ ആ കാരുണ്യത്തിൽ നിന്ന് ശതകോടി പരകോടി സഹസ്രകോടി കരക്കിന് ജീവജാലങ്ങളുടെ വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ആ ഒരൊറ്റ കാരുണ്യത്തിൽ നിന്ന് പങ്കിട്ടെടുത്തപ്പോ ഒരു ഉമ്മയ്ക്ക് ഒരു മകനോട് പടച്ച തമ്പുരാന്റെ ഒരൊറ്റ കാരുണ്യത്തിന്റെ എത്രയോ അംശം 0.000 എത്രയോ അംശം ചെറുതായി വരുന്ന ഒരു സ്നേഹം അത് ഒരു ഉമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോടുണ്ടായപ്പോ ആ സ്നേഹത്തിന്റെ ആധിക്യവും അളവും അനുഭവവും അതുല്യവുമാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മോടുണ്ടെന്ന് പറയുന്ന സ്നേഹത്തിന്റെ അളവ് എത്രയാ, സ്നേഹത്തിന്റെ കാരുണ്യം എത്രയാ, സ്നേഹത്തിന്റെ ആധിക്യം എത്രയാ അല്ലേ? ഒരു മനുഷ്യൻ പാപഭംഗിലനായി ജീവിച്ചുകൊണ്ട് അവസാനം പശ്ചാത്താപത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തുന്ന ഒരു മനുഷ്യന്റെ പ്രവൃത്തി കാണുമ്പോ പടച്ച തമ്പുരാൻ ഉണ്ടാകുന്ന മനോനില എന്താണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നു. എന്താ പടച്ചവനുണ്ടാകുന്നത്? ആ സമയം ഒരു മനുഷ്യൻ തന്റെ ഒട്ടകവുമായി മരുഭൂമിയിലൂടെ സഞ്ചരിക്കാൻ ഒരുപാട് സഞ്ചരിച്ചു. മരുഭൂമിയുടെ മധ്യത്തിലെത്തിയപ്പോ അയാൾക്ക് വല്ലാത്ത ക്ഷീണം തോന്നി. അങ്ങനെ ആ ഒട്ടകത്തിന്റെ തണലിൽ അയാൾ കിടന്നുറങ്ങി. ഉറങ്ങി എഴുന്നേറ്റപ്പോ ഒട്ടകത്തെ കാണാനില്ല. ഒട്ടകം അതിന്റെ വഴിക്ക് എവിടെയോ നടന്നുപോയി. അയാൾ ബേജാറായി. ഇനി മരിക്കുക മാത്രമേ രക്ഷയുള്ളൂ. ഈ മരുഭൂമിയിൽ ആരോരുമില്ലാതെ മരിക്കുക മാത്രമേ ഇനി രക്ഷയുള്ളൂ. വേറൊരു രക്ഷയില്ല. ഇനി എന്റെ മോനെ കാണാൻ സാധ്യല്ല, ഇനി എന്റെ ഭാര്യനെ കാണാൻ സാധ്യല്ല, ഇനി എന്റെ ഉമ്മയെ കാണാൻ സാധ്യല്ല, ഇനി എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകാൻ സാധ്യല്ല. അയാള് കരഞ്ഞ് ആർത്ത് വിളിച്ച് മരുഭൂമിയിൽ മരണത്തിന് കീഴടങ്ങാൻ വേണ്ടി മലർന്നടിച്ചു വീണു. എപ്പോഴോ അയാൾ വീണ്ടും ഉറങ്ങിപ്പോയി. വീണ്ടും ഉണർന്നപ്പോ തന്റെ കാലിന്റെ അരികിൽ നഷ്ടപ്പെട്ടു പോയ ഒട്ടകം വന്ന് നിൽക്കുന്നു. എന്തായിരിക്കും ആ മനുഷ്യന്റെ മനോനില? ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷത്തിന്റെ അളവെത്രയായിരിക്കും? അത്ര തന്നെയാണ് ഒരു മനുഷ്യൻ പശ്ചാത്തപിക്കുന്ന സമയം. ഒരു മനുഷ്യൻ പശ്ചാത്തപിക്കുന്ന സമയം അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷം. പടച്ചവന്റെ സ്നേഹം നോക്ക്, പടച്ചവന്റെ കാരുണ്യം നോക്ക്, അള്ളാഹുവിന്റെ വാത്സല്യം നോക്ക്. 99 പേരെ കൊന്ന ഒരു മനുഷ്യന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ മനുഷ്യൻ ഒരു പണ്ഡിതന്റെ അടുത്ത് പോയി ചോദിച്ചു, ഉസ്താദേ, ഞാൻ 99 ആളെ കൊന്നിട്ടുണ്ട്.
99 ആളുകളെ ഞാൻ കൊന്നിട്ടുണ്ട്, എനിക്ക് പശ്ചാത്താപമുണ്ടോ? ഉസ്താദ് പറഞ്ഞു, ഇറങ്ങിപ്പോ ശൈത്താൻ അവിടുന്ന്, നിനക്ക് എന്ത് പശ്ചാത്താപം? 99 ആളെ കൊന്ന് 100 കണക്കിന് മക്കളെ അനാഥരാക്കി, 100 കണക്കിന് ഭാര്യമാരെ വിധവമാരാക്കി, 100 കണക്കിന് മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിച്ച് അവസാനം നാണവും മാനവും മയാകുമില്ലാതെ ഇവിടെ വന്നു നിന്നുകൊണ്ട് പശ്ചാത്താപം വേണമെന്ന് പറയുന്നു. ഇറങ്ങിപ്പോ എന്റെ മുന്നെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ അരയിൽ നിന്ന് വാൾ ഉരിയെടുത്ത ആ ഉസ്താദിനെയും കൊന്നു കളഞ്ഞു. 100 തികച്ചു. അയാൾ വീണ്ടും തമ്മാടിത്തത്തിലേക്ക് നടന്നുപോയി. ഒരുപാട് നാളുകൾക്ക് ശേഷം അയാളുടെ മനസ്സിൽ വീണ്ടും പശ്ചാത്താപം തോന്നി. മറ്റൊരു പണ്ഡിതനെ തെരഞ്ഞുപിടിച്ച് അയാൾ ചോദിച്ചു, ഉസ്താദേ, 100 പേരെ ഞാൻ കൊന്നിട്ടുണ്ട്, എനിക്ക് പശ്ചാത്താപം ലഭിക്കുമോ ഉസ്താദേ എന്ന് ചോദിച്ചപ്പോ ആ പണ്ഡിതൻ മറുപടി പറഞ്ഞു, മോനെ നിനക്ക് പശ്ചാത്താപമുണ്ട്. നീ നിന്റെ നാടിൽ നിന്ന് അധർമ്മം കൊടികുത്തി വാഴുന്ന നിന്റെ നാടിൽ നിന്ന് നീ പലായനം ചെയ്യുക. സദ്വൃത്തരായ ജനങ്ങൾ നീ ജീവിക്കുന്ന ഒരു നാട്ടിലേക്ക് നീ പലായനം ചെയ്യുക. നിനക്ക് പശ്ചാത്താപമുണ്ട് മോനെ എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി. അങ്ങനെ ആ മനുഷ്യൻ തന്റെ നാടും വീടും കുടുംബവും സമ്പത്തും സമ്പാദ്യവും മുഴുവനും ഉപേക്ഷിച്ച് സദ്വൃത്തരായ ആളുകൾ ജീവിക്കുന്ന നാട്ടിലേക്ക് പോയി. അവിടെയാണ് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അവധി നിശ്ചയിച്ചത്. ആ യാത്രാമധ്യേ റഹ്മത്തിന്റെ മലക്കുകളും അദാബിന്റെ മലക്കുകളും അദ്ദേഹത്തിന്റെ റൂഹിനെ കൊണ്ടുപോകാൻ വന്നു. 2 കൂട്ടരും തമ്മിൽ തർക്കമായി. റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇയാള് പശ്ചാത്തപിച്ച ആളാണ്, അതുകൊണ്ട് തന്നെ ഇയാളെ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ ഇയാളെ കൊണ്ടുപോയിക്കൊള്ളാം. അദാബിന്റെ മലക്കുകൾ പറഞ്ഞു, ഇല്ല, ഇയാള് പശ്ചാത്തപിച്ചിട്ടില്ല, ഇയാള് പശ്ചാത്തപിക്കാൻ ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഇയാളെ ഞങ്ങളാണ് കൊണ്ടുപോകുക എന്ന് പരസ്പരം തർക്കമായി. അവിടെയാണ് പടച്ചവൻ ഇടപെടുന്നത്. അള്ളാഹു ഇടപെട്ടു. അള്ളാഹു പറഞ്ഞു, അവൻ ഏത് നാട്ടിലേക്കാണ് കൂടുതൽ അടുത്തിരിക്കുന്നതെന്ന് നോക്കുക, ഏത് പ്രദേശത്തേക്കാണ് അവൻ കൂടുതൽ അടുത്തിരിക്കുന്നതെന്ന് നോക്കുക. അവൻ ആദ്യം ജീവിച്ച വൃത്തികെട്ട നാട്ടിലേക്കാണോ, അല്ല അവൻ പോകാൻ പോകുന്ന സദ്വൃത്തരായ ജനങ്ങളുടെ നാട്ടിലേക്കാണോ അവൻ കൂടുതൽ അടുത്തിരിക്കുന്നതെന്ന് നോക്കുക. ഒരൊറ്റ ചാൻ മാത്രം സദ്വൃത്തരായ ആളുകൾ ജീവിക്കുന്ന നാട്ടിലേക്ക് അടുത്തത് കാരണം സുഗന്ധദ്രവ്യത്തിൽ പൊതിഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ ആത്മാവിനെ റഹ്മത്തിന്റെ മലക്കുകൾ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോയി. 100 പേരെ കൊന്ന ഒരു മനുഷ്യൻ. ഇതാണ് അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹുവിന്റെ കാരുണ്യം. ഇനി ഞാൻ എന്തിനാണ് അള്ളാഹുവിന്റെ കാരുണ്യം ഇവിടെ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ അതല്ല നമ്മുടെ വിഷയം. അള്ളാഹുവിന്റെ കാരുണ്യമോ മരണമോ അല്ല നമ്മുടെ വിഷയം. എന്തിനാണ് അള്ളാഹുവിന്റെ കാരുണ്യം ഇത്രയും സമയം പ്രസംഗിച്ചത്? അതിന് കാരണമുണ്ട്. ഇത്രയും കാരുണ്യമുള്ള പടച്ച തമ്പുരാൻ, ഇത്രയും വാത്സല്യമുള്ള പടച്ച തമ്പുരാൻ, ഇത്രയും കാരുണ്യവും സ്നേഹവും അനുകമ്പയുമുള്ള പടച്ച തമ്പുരാൻ ഒരൊറ്റ തെറ്റിനെ കുറിച്ച് മാത്രം കണിശമായി സംസാരിച്ചിട്ടുണ്ട്. ഏതാണ് ആ തെറ്റ്? അറിയോ? ആ തെറ്റേതാണെന്നറിയോ? എല്ലാ പാപങ്ങളും അല്ല പുറത്തു തരും, എല്ലാ ദോഷങ്ങളും പടച്ച തമ്പുരാൻ പുറത്തു തരും, ഒന്നൊഴികെ. ഏതാ ആ തെറ്റേതാണ്? നിങ്ങൾ പറഞ്ഞോ? ശിർക്ക്. അല്ലേ? ശിർക്കിനെ കുറിച്ച് മാത്രമാണ് പടച്ച തമ്പുരാൻ പൊറുക്കുകയില്ല എന്ന് പറഞ്ഞത്. മറ്റെല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. ശിർക്കിന്റെ അടുത്ത് അള്ളാഹുവിന്റെ കാരുണ്യം അവൻ മാറ്റിവെച്ചു, അള്ളാഹുവിന്റെ വാത്സല്യം അവൻ മാറ്റിവെച്ചു. സൂറത്ത് നിസായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കടുത്ത ഭാഷയിൽ തന്നെ അത് നമ്മോട് പറഞ്ഞു. ഇതുവരെ പറഞ്ഞ കാരുണ്യത്തിന്റെ അധ്യായമല്ലാതെ, ഇതുവരെ പറഞ്ഞ സ്നേഹത്തിന്റെ ഭാഷയല്ലാതെ. പിന്നെ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമാ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. എന്ത് പാപം ചെയ്താലും പടച്ച തമ്പുരാൻ പുറത്തു കൊടുക്കും. വർഷങ്ങളോളം വ്യഭിചരിച്ചു നടന്നാലും, കൊല്ലങ്ങളോളം കള്ളുകുടിച്ചു നടന്നാലും, ഒരുപാട് മനുഷ്യന്മാരെ കൊന്നുകളഞ്ഞാലും പടച്ച തമ്പുരാൻ അത് പുറത്തു കൊടുത്തേക്കാം. പക്ഷേ അല്ലാഹുവോട് പങ്കുചേർത്താൽ, അവന് മാത്രം നൽകേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയാൽ, അവനോട് മാത്രം പറയേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ, അവന്റെ മുന്നിൽ മാത്രം സമർപ്പിക്കേണ്ട കണ്ണുനീര്, ഉമർ
ഉമർ തങ്ങളുടെ അടുത്ത് പോയി സമർപ്പിച്ചാൽ, മുനമ്പത്ത് ബീവിയുടെ അടുത്ത് പോയി പറഞ്ഞാൽ അതിന് പശ്ചാത്താപമില്ല മുസ്ലിമേ, അതിന് മാപ്പില്ല മുസ്ലിമേ, അതിന് പ്രായശ്ചിത്തമില്ല മുസ്ലിമേ. ഏതേത് തെറ്റുകൾ നീ ചെയ്താലും, ഏതേത് പാപങ്ങൾ നീ ചെയ്താലും, ഏതേത് ദോഷങ്ങൾ നീ ചെയ്താലും, പശ്ചാത്താപത്തിന്റെ തീക്കനൽ നിന്റെ ഹൃദയത്തെ പിടികൂടുന്ന സമയത്ത് ആ റബ്ബിന്റെ മുന്നിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്ലാ പുറത്തു തരണേ നാഥാ എന്ന് പറഞ്ഞാൽ നിന്റെ പശ്ചാത്താപത്തിന്റെ വചനം അവൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. പക്ഷേ നിനക്ക് വേദന വരുന്ന സമയത്ത്, നിനക്ക് സങ്കടം വരുന്ന സമയത്ത്, നിനക്ക് ദുഃഖം വരുന്ന സമയത്ത്, നിന്റെ മകൻ മരിച്ച സമയത്ത്, നീ കടം കൊണ്ട് മൂടിയ സമയത്ത്, സാമ്പത്തിക പ്രതിസന്ധി വരുന്ന സമയത്ത്, മുനമ്പത്ത് ബീവി ജാറത്തിൽ പോയിക്കൊണ്ട് നീ സങ്കടം പറഞ്ഞാൽ, അതിനെങ്ങാനും പശ്ചാത്തപിക്കാതെ നീ മരിച്ചുപോയാൽ മുസ്ലിമേ, എന്നേക്കുമായുള്ള നരകമാണ് നിന്റെ വാസസ്ഥലം. അവിടെ നിനക്ക് പശ്ചാത്താപമില്ല, അവിടെ നിനക്ക് പ്രായശ്ചിത്തമില്ല. ആരാണ് റബ്ബ് ഖുർആനിന്റെ താളുകളിലൂടെ പടച്ച തമ്പുരാൻ ആരാണവനെന്ന് നമുക്ക് പരിചയപ്പെടുത്തി തന്നില്ലേ? وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. പ്രവാചകരെ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിക്കുന്ന സമയത്ത് നീ പറഞ്ഞു കൊടുക്ക്, പ്രവാചകരെ, ഫഇന്നീ ഖരീബ്, ഞാൻ വളരെയധികം അടുത്തവനാണ്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ഞാൻ അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ്. എന്റെ വീടിന്റെ അറയുടെ ഉള്ളിലുള്ള ബെഡിന്റെ പുറത്ത് കിടന്നുകൊണ്ട് ക്യാൻസർ രോഗിയായ ഞാന് വേദന കൊണ്ട് കരയുന്ന സമയത്ത് എന്റെ വീടിന്റെ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്ന എന്റെ മാതാവിന്റെ ചെവിയിലേക്ക് എന്റെ ശബ്ദം കടന്നെത്തുന്നതിന്റെ മുന്നേ ഏഴാകാശങ്ങളുടെ അനന്തത കടന്നു ചെന്നുകൊണ്ട് ഏതൊരു റബ്ബിന്റെ സവിധത്തിലേക്കാണോ എന്റെ വിളി കടന്നു ചെല്ലുന്നത്, ഏതൊരു റബ്ബിന്റെ അർശിന്റെ സവിധത്തിലേക്കാണോ എന്റെ വിളി കടന്നു ചെല്ലുന്നത്, ആ റബ്ബ് നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്തുണ്ടാകുമ്പോ, ആ റബ്ബ് നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ടുണ്ടാകുമ്പോ, പ്രിയപ്പെട്ട മുസ്ലിമേ, എന്തിനാണ് ഔലിയാക്കളുടെ ജാറങ്ങളിലേക്ക് പോയിക്കൊണ്ട്, മക്ബറകളിലേക്ക് പോയിക്കൊണ്ട് നിന്റെ സങ്കടം പറയുന്നത്, നിന്റെ ദുഃഖം പറയുന്നത്, നിന്റെ പ്രയാസം പറയുന്നത്? ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച, അണ്ടകടാഹങ്ങളെ വിധാനിച്ച, ബ്രഹ്മാണ്ടകടാഹങ്ങളെ നിയന്ത്രിക്കുന്ന, തമോഗർത്തങ്ങളെ നിയന്ത്രിക്കുന്ന, ക്ഷീരപഥത്തെയും ആയിരക്കണക്കിന് ഗാലക്സികളെയും നിയന്ത്രിക്കുന്ന അതുല്യനും അനുപമനുമായ പടച്ച തമ്പുരാൻ നിന്റെ കണ്ടനാടിയേക്കാൾ അടുത്തുണ്ടാകുന്ന സമയത്ത് കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് അജ്മീർ ദർഗയിലേക്ക് പോയി ആ അജ്മീർ പാപ്പയുടെ അടുത്ത് പോയി സങ്കടം പറയാൻ മാത്രം ആരുടെ മുന്നിലാണ് മുസ്ലിമേ നീ നിന്റെ ബുദ്ധി പണയം വെച്ചത്? വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. പ്രിയപ്പെട്ട പൊന്നു യുവാക്കളെ, പൊന്നുമക്കളെ, മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠമാണിത്. അദൃശ്യത്തിന്റെ താക്കോലത് പടച്ച തമ്പുരാന്റെ കയ്യിലാ. നിന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ ഉണ്ടാകുന്ന നെരിപ്പോടുരയുന്ന വേദനയുണ്ടല്ലോ, കത്തിയാളെന്ന നിന്റെ വികാരമുണ്ടല്ലോ, വിഷമമുണ്ടല്ലോ, അത് കാണാൻ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾക്ക് സാധ്യമല്ല, മമ്പറത്ത് തങ്ങൾക്ക് സാധ്യമല്ല, ഉമർ ഖാലിക്ക് സാധ്യമല്ല, മുനമ്പത്ത് ബീവിക്ക് സാധ്യമല്ല. പിന്നെ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് കത്തിയമരുന്ന നിന്റെ വേദന കാണാൻ ഏഴാകാശങ്ങൾക്ക് മുകളിൽ അർശിന്റെ മുന്നിൽ ഉപവിഷ്ടനായി ഈ ലോകത്ത് മുഴുവനും നിയന്ത്രിക്കുന്ന പടച്ച തമ്പുരാന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തേ കാരണം? അത് ഖുർആനിന്റെ നസ്സാണ്, അത് ഖുർആനിന്റെ സന്ദേശമാണ്, അത് ഖുർആനിന്റെ പാഠമാ. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു. അദൃശ്യത്തിന്റെ താക്കോല്, നിഗൂഢതയുടെ താക്കോല്, അത് പടച്ച തമ്പുരാന്റെ കയ്യിലാണ്. അത് ആർക്കും അവൻ വകവെച്ചു കൊടുത്തിട്ടില്ല. അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങളാ, പടച്ച തമ്പുരാന് മാത്രം അറിയുന്ന കാര്യങ്ങളാ. അല്ലയല്ലാതെ അദൃശ്യം
അറിയുന്നവരായി ഈ ലോകത്ത് മറ്റാരുമില്ല മുസ്ലിമേ. അങ്ങനെ നീ വിശ്വസിച്ചാൽ, അങ്ങനെ ഒരു വിശ്വാസം നിന്റെ മനസ്സിലുണ്ടായാൽ നീ കാഫിറാകുകയാണ് ഇവിടെ ചെയ്യുന്നത്, നീ മുശ്രിക്കാകുകയാണ് ചെയ്യുന്നത്. എന്നേക്കുമായി നരകത്തിന്റെ പാതാളത്തിൽ ചെന്ന് ആപതിക്കാനുള്ള ഏറ്റവും വലിയ കാരണമാണ് പൊന്നുമോനേത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്ത് ജനിച്ച് മരിച്ചുപോയ കോടാനുകോടി മനുഷ്യരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കൂട്ടുകാരൻ എന്ന് പേരെടുത്ത് വിളിച്ച ഒരേയൊരു വ്യക്തിയായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് സന്താന സൗഭാഗ്യത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി 2 മലക്കുകൾ കടന്നു വന്നപ്പോ ഭക്ഷണം കഴിക്കാത്ത മലക്കുകൾക്ക്, വെള്ളം കുടിക്കാത്ത മലക്കുകൾക്ക്, അന്നപാനീയ ഭോജനമില്ലാത്ത മലക്കുകൾക്ക് വേണ്ടി മൂരിക്കുട്ടിയെ അറുത്തുകൊണ്ട് കൊണ്ടുപോയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അദൃശ്യകാര്യങ്ങൾ അറിയാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ ബുദ്ധിയൊന്ന് ഉപയോഗിക്ക്, നിന്റെ ബുദ്ധിയൊന്ന് ഉപയോഗിക്ക്, ആലോചിക്ക്. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അദൃശ്യകാര്യങ്ങൾ അറിയാനുള്ള കഴിവുണ്ടായി െങ്കിൽ അദ്ദേഹം മലക്കുകൾക്ക് മൂരിക്കുട്ടിയെ അറുത്തു കൊടുക്കുമായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല, എന്റെ വീട്ടിലേക്ക് കടന്നു വന്നത് അല്ലാഹുവിന്റെ മാലാഖമാരെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഇബ്രാഹിം നബിക്ക് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് അദൃശ്യമറിയാനുള്ള കഴിവുണ്ടായിരുന്നില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇല്ലാത്തൊരു കഴിവാണോ ഉമർ ഖാദിക്കുണ്ടെന്ന് നിങ്ങൾ പറയുന്നത്? മുനമ്പത്ത് ബീവിക്കുണ്ടെന്ന് നിങ്ങൾ പറയുന്നത്? മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ പറയുന്നത്? മമ്പറത്ത് തങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ പറയുന്നത്? ബദരീങ്ങൾക്കും അതുപോലെ ആ പുണ്യാത്മാക്കൾക്കും ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നത്? നഊദു ബില്ലാഹ്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് പടച്ചവൻ നൽകിയ ആ സ്ഥാനത്തെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയല്ലേ? ആ സ്ഥാനത്തെ നിങ്ങൾ തരം താഴ്ത്തുകയല്ലേ? ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ആ പ്രവൃത്തി ചെയ്യാൻ പാടില്ല. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. 11 മക്കളുടെ പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവസാനത്തെ പുത്രനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വല്ലാതെ സ്നേഹിക്കുകയുണ്ടായി, വല്ലാതെ കൊഞ്ചിക്കുകയുണ്ടായി. അത് കണ്ടുകൊണ്ട് അസൂയ കൊണ്ട് മൂടപ്പെട്ട മറ്റു 10 മക്കളും കൂടി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരു യാത്രാ സംഘം കടന്നുപോയപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊട്ടക്കിണറ്റിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് ഈജിപ്തിന്റെ തിരുവോരങ്ങളിൽ അടിവച്ചന്ത കച്ചവടം നടക്കുന്ന സ്ഥലത്ത് പോയി യൂസുഫാകുന്ന യാക്കൂബ് നബിയുടെ പൊന്നോമന പുത്രനെ ഈജിപ്തിന്റെ അടിമ കച്ചവട ചന്തയിൽ ചെന്നുകൊണ്ട് തുച്ഛമായ വിലയ്ക്ക് വിറ്റഴിച്ചപ്പോ ഇങ്ങ് ഫലസ്തീനിന്റെ മണ്ണിൽ തന്റെ പൊന്നുമോനെ കാണാതെ പൊട്ടിക്കരയുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു വട്ടമെങ്കിലും അറിയാൻ സാധിച്ചിരുന്നെങ്കിൽ, ഒരു വട്ടമെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, ഈജിപ്തിന്റെ തെരുവോരങ്ങളില് അടിമച്ചന്ത കച്ചവടത്തിന്റെ സംഘത്തിൽ വെച്ചുകൊണ്ട് തന്റെ പൊന്നോമന മകനതാ തുച്ഛമായ വിലയ്ക്ക് അടിമയായി വിൽക്കപ്പെടുകയാണെന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ എത്ര പ്രയാസപ്പെട്ടും അങ്ങോട്ട് പോകുമായിരുന്നില്ലേ? തന്റെ പിഞ്ചോമന പൈതലിനെ തിരിച്ചു വാങ്ങിക്കൊണ്ട് നെഞ്ചോട് ചേർത്ത് തിരിച്ചു വരുമായിരുന്നില്ല. പക്ഷേ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അദൃശ്യകാര്യങ്ങൾ അറിയാനുള്ള കഴിവ് പടച്ചവൻ കൊടുത്തിട്ടില്ല. ആ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇല്ലാത്ത കഴിവാണോ ഉമർ ഖാദിക്കുണ്ടെന്ന് നിങ്ങൾ പറയുന്നത്? മുനമ്പത്ത് ബീവിക്കുണ്ടെന്ന് നിങ്ങൾ പറയുന്നത്? മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾക്കുണ്ടെന്ന് പറയുന്നത്? വല്ലാഹി വല്ലാഹി വല്ലാഹ്, ഈ ആദർശം നിങ്ങളെ നരകത്തിന്റെ കാലാകാലമായുള്ള പാതാളത്തിലേക്കല്ലാതെ മറ്റൊരു സ്ഥലത്തേക്കും എത്തിക്കുകയില്ല. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നടന്നു വരിക യഥാർത്ഥമായ തൗഹീദിന്റെ പാതയിലേക്ക്.
യഥാർത്ഥമായ സുന്നത്തിന്റെ പാതയിലേക്ക് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിലെ ഏറ്റവും ഉന്നതനായ സൃഷ്ടിയല്ലേ, ലോകത്തിലെ ഏറ്റവും മഹത്വമുള്ള സൃഷ്ടിയല്ലേ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതികഠിനമായ വേദന അനുഭവിച്ചു. ആ വേദനയുടെ കാരണം എന്താ? ഒരു ജൂത പെണ്ണ് ഭക്ഷണത്തിൽ വിഷം പുരട്ടിക്കൊണ്ട് കൊടുത്തതല്ലേ. ആ വിഷം പുരട്ടിക്കൊണ്ട് പ്രവാചകന്റെ മുന്നിലേക്ക് ഭക്ഷണം വെച്ച് കൊടുത്തപ്പോ പടച്ചവൻ അറിയിച്ചു കൊടുക്കുന്നതിന്റെ മുമ്പേ അതറിയാതെ ഒരു പിടി ഭക്ഷിച്ചു പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയാനുള്ള കഴിവുണ്ടായിട്ടില്ല. ആ പ്രവാചകനില്ലാത്ത കഴിവാണോ മുനമ്പത്ത് ബീവിക്കുണ്ടെന്ന് നിങ്ങൾ പറയുന്നത്, ഉമർ ഖാലിഖുണ്ടെന്ന് നിങ്ങൾ പറയുന്നത്, മുഹ്യിദ്ദീൻ ശൈഖിനുണ്ടെന്ന് നിങ്ങൾ പറയുന്നത്? നഊദു ബില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയപ്പെടേണ്ട ഏറ്റവും വലിയ അപകടമാണ് കൂട്ടരെ ഇത്. നജിദിൽ നിന്ന് ആള് വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് അനുയായികളെ വിളിച്ചുകൊണ്ടുപോയി മരുഭൂമിയുടെ മധ്യത്തിൽ വെച്ച് കൊന്നുകളഞ്ഞപ്പോ ഇങ്ങ് മദീനയിലിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൊലപാതകത്തിന്റെ വിവരമറിയാതെ, അവർ കൊല്ലപ്പെടുന്ന വിവരമറിയാതെ, തന്റെ അനുയായികളെ മൂർച്ചയേറിയ വാളിന്റെ ഇരയാകുന്നതിന് വിവരമറിയാതെ കരഞ്ഞുകൊണ്ടിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തേ കാരണം? അദൃശ്യ കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് പടച്ചവൻ പ്രവാചകന് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദൃശ്യകാര്യങ്ങൾ അറിയാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ നജിദിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ട് തന്റെ അനുയായികളെ വിട്ടയക്കണമെന്ന് പറയുമ്പോ തന്നെ പ്രവാചകന് മനസ്സിലാകുമായിരുന്നില്ലേ? പ്രവാചകന് തിരിച്ചറിയുമായിരുന്നില്ലേ? അല്ല, അതറിഞ്ഞിട്ടും തന്റെ അനുചരന്മാര് കൊലപാതകത്തിന് വേണ്ടി വിട്ടുകൊടുത്തുവെന്നാണോ പ്രവാചകനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? നഊദു ബില്ലാഹ്, എന്തൊക്കെയാണ് പറയുന്നത്? എന്താണ് നിങ്ങളുടെ ആദർശം? ആ പ്രവാചകനില്ലാത്ത അദൃശ്യമറിയാനുള്ള കഴിവ്. വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതൊത്തീരും നൽകും ഞാൻ എന്നോവർ എന്ന് പറഞ്ഞുകൊണ്ട് മുഹ്യിദ്ദീൻ ശൈഖിനെ കുറിച്ച് പൊലിമ പാടുന്ന സമയത്ത് ലോകത്തുയർന്നു വന്ന പൂർണ്ണചന്ദ്രനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താഴ്ത്തിക്കെട്ടുകയല്ലേ ചെയ്യുന്നത്? ആ പ്രവാചകന്റെ അന്തസ് അടിച്ചു താഴ്ത്തുകയല്ലേ? ആ പ്രവാചകന് അറിയാത്ത അദൃശ്യകാര്യങ്ങള് വല്ലാഹി 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 സത്യം പടച്ച തമ്പുരാന് സത്യം, അത് മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾക്ക് അറിയാൻ സാധ്യമല്ല, മുനമ്പത്ത് ബീവിക്ക് അറിയാൻ സാധ്യമല്ല, ഉമർ ഖാലിഖ് അറിയാൻ സാധ്യമല്ല, മമ്പറത്ത് തങ്ങൾക്കറിയാൻ സാധ്യമല്ല, ബദരീങ്ങൾക്കറിയാൻ സാധ്യമല്ല, ഉഹുദീങ്ങൾക്കറിയാൻ സാധ്യമല്ല. മറിച്ച് നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് മുടപൊട്ടുന്ന വേദനയറിയാൻ ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരാള് മാത്രമേ ഉള്ളൂ. അതാണ് നിന്റെ അല്ലാഹ്, അതാണ് നിന്റെ റബ്ബ്. ലോകങ്ങളെ പടച്ച അല്ലാഹ്, അണ്ടകടാഹങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാഹ്, ബ്രഹ്മാണ്ടകടാഹത്തെ നിയന്ത്രിക്കുന്ന അല്ലാഹ്, തമോഗർത്തങ്ങളെ പടച്ച അല്ലാഹ്, മനുഷ്യന്റെ മനസ്സിന്റെ മന്ത്രമറിയുന്ന അല്ലാഹ്, അവന്റെ തലച്ചോറിന്റെ ആന്തോളനങ്ങൾ അറിയുന്ന അല്ലാഹ്, അവന്റെ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ താളം തെറ്റുന്ന സമയത്ത് ഏഴാകാശങ്ങൾ കടന്നു ചെന്നുകൊണ്ട് വിവരമറിയുന്ന അല്ലാഹ്, ആ റബ്ബിന്റെ മുന്നിൽ പോരേ കരച്ചിലോ, ആ റബ്ബിന്റെ മുന്നിൽ പോരേ തേട്ടം, ആ റബ്ബിന്റെ മുന്നിൽ പോരേ ആരാധന, ആ റബ്ബിന്റെ മുന്നിൽ പോരേ കരച്ചിലോ. ആ റബ്ബിനെ വിട്ടുകൊണ്ട് മുനമ്പത്ത് ബീവിയുടെ അടുത്തേക്ക്, ഉമർ ഖാലിയുടെ അടുത്തേക്ക്, അജ്മീറിലേക്ക്, ഉള്ളാളത്തേക്ക് പോകുന്ന പ്രിയപ്പെട്ട പൊന്നു മുസ്ലിമേ, നിന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ പ്രസംഗം, നിന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ പ്രഭാഷണം. മറിച്ച് നരകത്തിന്റെ പാതാളത്തേക്കാണ് നീ നടന്നു പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ തോളത്ത് തട്ടി പൊന്നനുജാ, പൊന്നുമോനെ എന്ന സ്നേഹത്തോടെയുള്ള വിളിയായി ഇതൊന്ന് ഏറ്റെടുക്കണേ. അല്ലെ, ഇത്രയടുത്ത് പടച്ചവനുണ്ടാകുമ്പോ എന്തിനാ നമുക്ക് വേറെ ആള് സഹോദരങ്ങളെ? എന്തിനാ അങ്ങനെ ഒരു ആദർശം ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? സുന്നത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി ഇവർക്കൊന്നും, ഈ പ്രവാചകന്മാർക്കൊന്നും ഇല്ലാത്ത ഒരു കഴിവ്,
അബൂബക്കർ സിദ്ദീഖിനില്ലാത്ത, ഉമർ റളിയല്ലാഹു അൻഹുവിനില്ലാത്ത, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനില്ലാത്ത, അലി റളിയല്ലാഹു അൻഹുവിനില്ലാത്ത, പ്രവാചകനില്ലാത്ത, ഒരു പ്രവാചകന്മാർക്കും ഇല്ലാത്ത ഒരു കഴിവ് ഞാൻ ഉമർ ഖാദിക്ക് കൽപ്പിച്ചു കൊടുത്താൽ, ഞാൻ മുനമ്പത്ത് ബിവിക്ക് കൽപ്പിച്ചു കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? ഇബ്രാഹിമി മില്ലത്തിൽ നിന്ന് ഞാൻ പുറത്താണ്, ഇബ്രാഹിം മില്ലത്തിൽ നിന്ന് ഞാൻ പുറത്താണ്. സഹോദരങ്ങളെ, വേണ്ട. ആ അപകടം എന്തിനാണ് അല്ലെ? എന്തൊക്കെയാണ് ഇസ്ലാമിന്റെ പേരിൽ നടന്ന് കാട്ടിക്കൂട്ടുന്ന വേണ്ടാത്തരങ്ങളും കോപ്രായത്തരങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? പാകിസ്ഥാനിൽ ഒരു ജാറുണ്ട്, ശരിക്കും ശ്രദ്ധിക്കണം. പാകിസ്ഥാനിൽ ഒരു ജാറുണ്ട്. ആ ജാറം കലണ്ടർ എന്നോ മറ്റോ പേരുള്ള ഒരു ഔലിയയുടെ ജാറം. ആ ജാറത്തിന്റെ അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്ന് ഒഴുകി വരുന്ന സകല മാലിന്യങ്ങളും, എല്ലാ മാലിന്യങ്ങളും ചെന്ന് വീഴുന്ന ഒരു കുഴിയുണ്ട്. ഏകദേശം ഒരു സാമാന്യം ഉയരമുള്ള മനുഷ്യന്റെ അരക്കടം വരും ആ കുഴി. എങ്ങനെ? മൂത്രച്ചോളിയിൽ നിന്ന് വരുന്ന, ബാത്റൂമിൽ നിന്ന് വരുന്ന, ഹൗദിൽ നിന്ന് വരുന്ന എല്ലാ മാലിന്യങ്ങളും ചെന്ന് വീഴുന്ന ഒരാളുടെ അരക്കടം വരുന്ന ഒരു കുഴി. അവിടേക്ക് ഒരു മീഡിയ ഇന്റർവ്യൂവിന് വേണ്ടി പോയതാണ്. അവിടെ മീഡിയ കടന്നു ചെല്ലുന്നത് മൂക്ക് പിടിച്ചുകൊണ്ടാണ്. മീഡിയക്കാര് കടന്നു ചെല്ലുന്നത് മൂക്ക് പിടിച്ചുകൊണ്ടാണ്. പക്ഷെ അവിടെ എത്തിയപ്പോ കാണാൻ സാധിച്ച കാഴ്ച എന്താ അറിയാം? ഒരുപാട് ആളുകൾ ആ കുഴിയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് അതിൽ നിന്ന് വെള്ളം കോരി തലയിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ശരീരത്ത് മുഴുവനും തേച്ച് പിടിപ്പിക്കാൻ. അത്ര മാത്രല്ല, ഇനി ഞാൻ പറയാൻ പോണ കാര്യം നിങ്ങൾ വിശ്വസിക്കൂല. എന്താ അറിയോ? അതിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ. വിശ്വാസം വരില്ല. നേരിട്ട് കണ്ടതാ, കണ്ണുണ്ട്. യൂട്യൂബിൽ ഇന്നും ആ വീഡിയോ ഉണ്ട്. നേരിട്ട് വെള്ളം കോരി കുടിക്കുക. ടോയ്ലറ്റിൽ നിന്നും, മൂത്രച്ചോളിയിൽ നിന്നും, ഹൗദിൽ നിന്നും വരുന്ന വെള്ളം, കറുത്ത കളർ വെള്ളം കാണണം നിങ്ങളത്. കറുത്ത കളർ വെള്ളം. ആ വെള്ളം കോരി കുടിക്കാൻ. എന്നിട്ട് മീഡിയക്കാരെ ചോദിക്കുമ്പോ നാണവും മാനവും ഉളുപ്പുമില്ലാതെ വിദ്യാഭ്യാസമുണ്ടെന്ന് പറഞ്ഞു നടക്കുന്ന ആ ജനത മറുപടി പറയുന്നത് യേ മിനി സംസം ഹേ, യേ മിനി സംസം ഹേ. സുബ്ഹാനല്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് മിനി സംസാണത്രേ, ഇത് മിനി സംസാണത്രേ. അതാണത്രേ വാരി കുടിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ പോയി ഒരു ഔലിയുടെ ജാറം അടുത്തുണ്ടത് ഉണ്ട് എന്ന ഒരൊറ്റ കാരണം വെച്ച് മലിനജലം കോരി കുടിക്കുന്ന ജനങ്ങളോട് പറയാൻ നമുക്ക് ബാധ്യതയില്ലേ? ഇതാണോ ഇബ്രാഹിം മില്ലത്ത്? ഈ മനുഷ്യരോട് ചെന്ന് ചോദിച്ചാലും ഞങ്ങളും ഇബ്രാഹിം മില്ലത്തിലാ, ഞാൻ ഇബ്രാഹിം മില്ലത്തിന്റെ ആളാണെന്നാ പറയാ. എന്ത്? മലിനജലം കുടിക്കുന്നതാണോ ഇബ്രാഹിം മില്ലത്ത്? ബോംബെയില് കടലിന്റെ ഏതോ ഒരു കരയില് കടൽ വെള്ളത്തിന് ഭയങ്കര മധുരം. അങ്ങനെ അടുത്തേതോ ജാറുണ്ടത്രേ. ആളുകളൊക്കെ ചെന്ന്, ഖുറാഫികൾ മൊത്തം ചെന്ന് അവിടുന്ന് വാരിക്കോരി വെള്ളം കുടിക്കാൻ തുടങ്ങി. അവസാനം സെൻട്രൽ ഗവൺമെന്റ് ഏർപ്പെടുത്തിയ വാട്ടർ അതോറിറ്റി വന്നുകൊണ്ട് വെള്ളത്തിന്റെ pH ലെവൽ ടെസ്റ്റ് ചെയ്തു. അപ്പൊ മാലിന്യം കൂടിയതാ. വെള്ളത്തിന് മാലിന്യം കൂടിയിട്ട് അതിന്റെ ഉപ്പ് രസം നശിച്ച് മധുരമായി മാറിയാണ്. എന്താണ് ആളുകൾ കണക്കൂട്ടിയത്? ഔലിയാന്റെ കറാമത്ത്. എന്നിട്ട് ആ മലിനജലം വയറ് നിറയെ കോരി കുടിച്ച് 2 ആഴ്ചയും 2 മാസവും ഹോസ്പിറ്റലിൽ പോയി കിടന്നു, വെറുതെ സമയം ചെലവാക്കി. സഹോദരൻ, ഇതും ഇബ്രാഹിം മില്ലത്തിന്റെ പേരില്ല. ഓനോ ഇബ്രാഹിം മില്ലത്തുകാരനാ. എന്റെ നാട്ടിലെ കണ്ണൂർ മാട്ടൂൽ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് ഒരു ജാറുണ്ട്. ആ ജാറത്തിന്റെ പ്രത്യേകത എന്താ പറയുക നിങ്ങൾക്ക്? വിരല് ജാറം. മിഡിൽ ഈസ്റ്റില് മദീനയില് ബദർ യുദ്ധം നടക്കുന്ന സമയം ഒരു വിരല് തെറിച്ചു വീണതാത്രേ അങ്ങോട്ട്. എവിടെ? ഏഷ്യയില്, ഇന്ത്യ രാജ്യത്ത്, കേരളത്തില്, കണ്ണൂര് മാട്ടൂൽ എന്ന് പറയുന്ന പ്രദേശത്ത് തെറിച്ചു വീണതാത്രേ ഒരു വിരല്. ആ വിരലും കൊണ്ട് ജാറം പൊക്കി നടക്കുക. അതിന്റെ തൊട്ടപ്പുറത്ത് വേറെ ജാറുണ്ട്. എന്താണെന്നറിയോ? 2 വിരല് ജാറം. ഒരു വിരലിവിടെ തെറിച്ചപ്പോ 2 വിരൽ അപ്പുറം തെറിച്ചു. എന്നിട്ട് ആ വിരലിന്റെ മുന്നില്, ആ വിരല് ജാറത്തിന്റെ മുന്നിൽ രാവും പകലുമില്ലാതെ കരഞ്ഞു കുത്തിയിരിക്കുന്നവനും ഇബ്രാഹിം മില്ലത്തുകാരനാ. അവനും പറയും ഞാനും ഇബ്രാഹിം മില്ലത്തുകാരനാണെന്ന്. സഹോദരങ്ങളെ, ഏതോ ഒരു രസികൻ എന്നിട്ട് ചോദിച്ചത്രേ, അപ്പൊ ബദർ യുദ്ധത്തിൽ അബൂജഹൽ പങ്കെടുത്തിട്ടില്ലേ? അബൂജഹലിന്റെ വിരലാണെങ്കിലോ? അവിടെ പോയിട്ട് ഇങ്ങനെ കരയാൻ പറ്റോ? സഹോദരങ്ങൾ, ഇതെന്താ? എവിടെയാണ് ബുദ്ധി പോയത്? വിരലെന്താ? PSLV GSLV റോക്കറ്റാ? നാസയും ISROയും തൊടുത്തുവിടുന്ന PSLV GSLV റോക്കറ്റ് പോലെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് 5000 കിലോമീറ്റർ തെറിച്ചു വീണ് ഇന്ത്യ രാജ്യത്ത് വന്നുകൊണ്ട് വീണ് അവിടെ ജാറം പണിയാൻ എന്തൊരു വിഡിത്തമാണിത്! ഇതിന്റെ പേരാണോ ഇബ്രാഹിം മില്ലത്ത്? ഇതിന്റെ പേരിലാണോ ഇബ്രാഹിം മില്ലത്ത് എന്ന് പറഞ്ഞ? സഹോദരങ്ങളെ, നാണിക്കാനും ലജ്ജിക്കാനും മറ്റെവിടേക്കാണ് നാം പോകേണ്ടത്?
എവിടേക്കാണ് നാം പോകേണ്ടത്? നമ്മുടെ സമുദായത്തിന്റെ ഉൾത്തടങ്ങളിൽ അടിഞ്ഞുകൂടിയ ജീർണതകൾ ഇനി എന്നാണൊന്നില്ലാതെയാകുക? അത് ഇല്ലാതെയാകാതെ നാം എത്ര പുരോഗതി നേടിയിട്ടും എത്ര വിദ്യാഭ്യാസം നേടിയിട്ടും എന്താണ് കാര്യം? ഡോക്ടർമാരും എഞ്ചിനീയർമാരും വിശ്വരഥന്മാരും സാഹിത്യകാരന്മാരും കവികളും ചെന്നുകൊണ്ട് ജാറത്തിന്റെ മുന്നിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മയ്യത്തിന്റെ മുന്നിൽ പോയി കരയുന്ന വല്ലാത്തൊരു ദുരിതാവസ്ഥ മാറിക്കിട്ടാതെ ഈ സമുദായം നന്നാവാൻ പോകുന്നില്ല. ഈ സമുദായം നന്നാവാൻ പോകുന്നില്ല. അങ്ങനെ നന്നാവണമെങ്കിൽ അവിടെയാണ് ഇബ്രാഹിം മില്ലത്തിന്റെ പ്രസക്തി. അവിടെയാണ് ഇബ്രാഹിം മില്ലത്തിന്റെ പ്രസക്തി. സഹോദരങ്ങളെ, ഈ അവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരൊറ്റ കഥ മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ കൗമ്, നമ്മുടെ നാട്ടിലുള്ള ഭൂരിപക്ഷം വരുന്ന യാഥാസ്ഥിതിക കൗമിന്റെ വിശ്വാസത്തിന്റെ അധപ്പതനം അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരൊറ്റ കഥ മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു സ്ഥലത്ത് ഒരു സ്ത്രീക്ക് കുട്ടി ഉണ്ടാവുന്നില്ല. ഒരുപാട് നാളായി കല്യാണം കഴിഞ്ഞിട്ട്, ഒരുപാട് ചികിത്സകൾ നടത്തി നോക്കി, കുട്ടി ഉണ്ടാവുന്നില്ല. അവസാനം ആരോ ഉപദേശിച്ചു കൊടുത്തു, ഇന്ന സ്ഥലത്ത് ഒരു ഔലിയപ്പാപ്പുണ്ട്, ഓനെ പോയി കണ്ടാല് കുട്ടി ഉണ്ടാവും. അങ്ങനെ ഈ പെണ്ണ് ഔലിയന്റെ അടുത്ത് ചെന്നു. ഇതൊരു പാളക്കിതാബിലുള്ള കഥയാണ് കേട്ടോ. ഉമ്മാമ്മമാരും വല്യമ്മമാരൊക്കെ ഭക്തി ആദരപൂർവം ചെല്ലുന്ന കഥ. അങ്ങനെ ഈ സ്ത്രീ അവിടേക്ക് ചെന്നു, ഔലിയന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ഔലിയനോട് പറഞ്ഞു, ഉപ്പാപ്പ എനിക്ക് കുട്ടി ഉണ്ടാവുന്നില്ല, കുറെ നാളായി കല്യാണം കഴിഞ്ഞിട്ട്, എത്ര ശ്രമിച്ചിട്ട് കുട്ടി ഉണ്ടാവുന്നില്ല, കുറെ ട്രീറ്റ്മെന്റൊക്കെ IVF ഒക്കെ ചെയ്ത് നോക്കി, കുട്ടി ഉണ്ടാവുന്നില്ല, ഒരു രക്ഷയില്ല, എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഉപ്പാപ്പ ആകാശത്തേക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു, പടച്ചോനെ ഒരു കുട്ടിനെ കൊടുക്ക്, പടച്ചോനെ ഒരു കുട്ടിനെ കൊടുക്ക്, എന്റെ അടുത്താണ് വന്നിക്കണേ, തിരിച്ചുവിടാൻ പറ്റൂല, ഒരു കുട്ടിനെ കൊടുക്കണം. പടച്ചോൻ പറഞ്ഞു, അയ്യോ ഉപ്പാപ്പ ഒരു രക്ഷയില്ല, ലൗഹുൽ മഹ്ഫൂദിൽ കുട്ടി ഇല്ല എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്, അതുകൊണ്ട് ഒരു രക്ഷയില്ല. ഔലിയപ്പാപ്പ വീണ്ടും പറഞ്ഞു, പടച്ചോനെ കുട്ടിനെ കൊടുക്ക്. അപ്പൊ പടച്ചോൻ പറഞ്ഞു, ഇല്ല കുട്ടിനെ കൊടുക്കൂല, ലൗഹുൽ മഹ്ഫൂദിൽ ഇല്ല എന്നാണ് എഴുതിയിട്ടുള്ളത്, കുട്ടിനെ കൊടുക്കാൻ പറ്റൂല. അപ്പൊ ഈ ഔലിയപ്പാപ്പക്ക് ഒരു ബുദ്ധി തോന്നി. എന്താ അറിയോ? തലയിൽ നിന്ന് തലപ്പാവ് ഇങ്ങോട്ട് ഊരി, എന്നിട്ട് ഒരറ്റേറ, തലയിൽ നിന്ന് തലപ്പാവൂരി ഒരറ്റേറ. അത് ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും മെസോസ്ഫിയറും അയണോസ്ഫിയറും എക്സോസ്ഫിയറും വാലനലം ബെൽറ്റും ആകാശം 1, 2, 3, 4, 5, 6 കീറി മുറിച്ച് ലൗഹുൽ മഹ്ഫൂദിൽ ചെന്ന് ആ വിധി അങ്ങോട്ട് മായിച്ച് അഡ്വേഴ്സ് ഡയറക്ഷനിൽ വീണ്ടും തിരിച്ചു വന്ന് അത് ക്യാച്ച് പിടിച്ചുകൊണ്ട് ഔലിയ ഒരു ചോദ്യം, ഇനി കൊടുത്തൂടെ കുട്ടിനെ? പടച്ചോൻ പറഞ്ഞു, ഇനി കൊടുക്ക, ലൗഹുൽ മഹ്ഫൂദിലെ വിധി മാഞ്ഞു പോയില്ലേ, ഇനി കൊടുക്കണേന് എന്താ പ്രശ്നം? ഭക്തിയാദരപൂർവം എന്റെയും നിങ്ങളുടെയും ഉമ്മാമ്മമാരും ഉപ്പാപ്പമാരും പാടിപ്പടിച്ച കഥയാണിത്, അല്ലേ? ദുരന്തം ഈ സമുദായത്തെ എപ്പോഴോ എവിടുന്നോ പിടികൂടിയ ദുരന്തം. മലക്കുൽ മൗത്തിന്റെ കഥ നിങ്ങൾക്ക് അറിയാലോ. ഒരു മൊയ്തീൻ ശൈഖിന്റെ മുരീദിന്റെ റൂഹ് പിടിച്ചു പോകുന്ന സമയത്ത് ആ മുരീദിന്റെ ഉമ്മ വന്ന് മൊയ്തീൻ ശൈഖിനോട് പരാതി പറഞ്ഞു, ഉസ്താദെ എന്റെ മോന്റെ റൂഹ് പിടിച്ചുകൊണ്ടുപോയി, ഒന്ന് രക്ഷിക്കണം. അങ്ങനെ മൊയ്തീൻ ശൈഖ് പറന്നുപോയി മലക്കുൽ മൗത്തിന്റെ അടുത്തേക്ക്. അപ്പൊ മലക്കുൽ മൗത്ത് അന്നുള്ള റൂഹൊക്കെ പിടിച്ചിങ്ങനെ കൊട്ടയിലിട്ട് ഇങ്ങനെ പോകാണ് ആകാശത്തേക്ക്. അപ്പൊ അവിടെ ചെന്നിട്ട് പറഞ്ഞു, മലക്കുൽ മൗത്ത് എന്നോട് ചോദിക്കാതെ എന്റെ മുരീദിന്റെ റൂഹ് നിന്നോട് ആരാ പിടിക്കാൻ പറഞ്ഞ്? എന്നോട് ചോദിക്കണ്ടേ, എന്റെ മുരീദല്ലേ? മലക്കുൽ മൗത്ത് പറഞ്ഞു, ഓന്റെ റൂഹ് ഞാൻ പിടിച്ചത് പടച്ചോൻ പറഞ്ഞിട്ടാണ്, അതിനാ എന്നോട് ചോദിക്കണേ. അപ്പൊ മൊയ്തീൻ ശൈഖ് പറഞ്ഞു, മര്യാദക്ക് ഓന്റെ റൂഹ് താലേക്ക് വിട്ടോ, അല്ലെങ്കിൽ ഞാൻ കൊട്ട മൊത്തം തട്ടിയിടും. അപ്പൊ മലക്കുൽ മൗത്ത് പറഞ്ഞു, ഇല്ല ഞാൻ വിടൂല, ഞാൻ എന്തായാലും ആ റൂഹ് വിടൂല, ഞാൻ ഇവിടെ തന്നെ പിടിച്ചേക്കും. അപ്പോൾ മൊയ്തീൻ ശൈഖ് ഒരൊറ്റ തട്ടാണ് കൊട്ട. അപ്പൊ അന്ന് പിടിച്ച റൂഹ് മൊത്തം താഴേക്ക് പോയി. അന്ന് മരിച്ച എല്ലാരും ജീവിച്ചത്രേ. അന്ന് മരിച്ച എല്ലാരും ജീവിച്ചത്രേ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ആക്സിഡന്റ് ആയി തല ചതഞ്ഞരഞ്ഞു മരിച്ച മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ്, ഹൊറർ ഫിലിമാ. ഇമാതിരി കഥകൾ പാടി പഠിച്ച് നമ്മുടെ സമുദായം ഒന്നും അല്ലാതായി, പടച്ചവനിൽ നിന്ന് അകന്നു, യഥാർത്ഥമായ ആദർശത്തിൽ നിന്ന് അകന്നു. പിന്നെ ആദർശം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോ നമ്മുടെ നാട്ടിലെ ആദർശം എന്ന് പറഞ്ഞാൽ എന്താ? കല്ലെറിയുക, കൂക്ക് വിളിക്കുക, ഉപദ്രവിക്കുക, വഴി തടയുക, വൃത്തികേടുകൾ കാണിക്കുക, തെറി വിളിക്കുക, ചീത്ത വിളിക്കുക, ഇതായി മാറിയിരിക്കുന്നു ആദർശം, അല്ലേ? ഇതായി മാറിയിട്ടില്ലേ? പയ്യന്നൂര്, നിങ്ങൾ കേട്ട വിശ്വസിക്കില്ല സഹോദരങ്ങളെ, പയ്യന്നൂര് എന്ന് പറയുന്ന പ്രദേശത്ത്, ആ പ്രദേശത്ത് 90 കഴിഞ്ഞ ഒരു മനുഷ്യൻ മരണമടഞ്ഞപ്പോ ആ മനുഷ്യന്റെ മയ്യത്തുമായി തോളത്ത് മയ്യത്ത് കട്ടിലെ വെച്ച് മക്കള് ഖബർസ്ഥാനിലേക്ക് കടന്നു ചെന്നപ്പോ 500ഓളം വരുന്ന വലിയൊരു സംഘം ആ മയ്യത്തിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഇയാളെ മയ്യത്ത് അവിടെ വെക്കാൻ പാടില്ല, ഇയാൾ പുത്തൻവാദിയാണ്,
ഇയാള് പുത്തൻവാദിയാണ്. മയ്യത്തിനോട് കാട്ടുന്ന അപമര്യാദ, അവസാനം വിറയാർന്ന ചുണ്ടുകളുമായി, നിറയാർന്ന കണ്ണുകളുമായി, വിറക്കുന്ന കൈകളുമായി 90 കഴിഞ്ഞ വാപ്പയുടെ മയ്യത്ത് വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി ഖബറടക്കി. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിമുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈ എന്ന് ആൺമക്കളെ പുറത്തു നിന്ന് ചൊല്ലുന്നതിന്റെ ശബ്ദം വീടിന്റെ മതിലുകൾ തുളച്ചകത്തേക്ക് കയറിയപ്പോ നിയന്ത്രണം വിട്ടുകൊണ്ട് ഭ്രാന്താലയത്തിലേക്ക് മാറ്റപ്പെടേണ്ടി വന്ന ഉമ്മ ഇന്നും ഇത്തരത്തിലുള്ള വൃത്തികേടിന്റെ, ഇത്തരത്തിലുള്ള ബാലിശമായ ആദർശങ്ങളുടെ മൂകസാക്ഷിയായി ഭ്രാന്താലയത്തിലെ കമ്പികൾക്കുടയിൽ ഇന്നും നിലനിൽക്കുന്നു. സഹോദരങ്ങളെ, ഇതാണ് ആദർശം, ഇതാണ് ആദർശം. പാവപ്പെട്ടവന്റെ പാമരത്തത്തെ ചൂഷണം ചെയ്ത് പോക്കറ്റ് വീർപ്പിച്ച് തിന്നു തീർച്ച് അവസാനം ആദർശം പറയാൻ ആൺകുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ മയ്യത്തിനോട് പോലും നെറുകേട് കാണിക്കുന്ന ഒരു സമുദായം അത് ആദർശമായി ഏറ്റെടുത്തപ്പോ നോക്കി നിൽക്കാനല്ലാതെ, സങ്കടം പറയാനല്ലാതെ, കരയാനല്ലാതെ തിരിച്ചറിയാൻ മുജാഹിദുകൾ പഠിച്ചിട്ടില്ല, തിരിച്ചടിക്കാൻ മുജാഹിദുകൾ പഠിച്ചിട്ടില്ല, തിരിച്ച് ചീത്ത വിളിക്കാൻ മുജാഹിദുകൾ പഠിച്ചിട്ടില്ല. സഹോദരങ്ങളെ, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇന്ന് വരെ, ഈ ചരിത്രം വരെ, ഇന്നിതാ ഈ തീയതി വരെ, ഒക്ടോബർ സെപ്റ്റംബർ ഈ തീയതി വരെ ഏതെങ്കിലും ഒരു AP സുന്നിയുടെ EK സുന്നിയുടെ സ്റ്റേജ് മുജാഹിദുകൾ കയ്യേറിയെന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ നേരെ തിരിച്ച് 70% അത് തന്നെയാ, 70% തന്നെയാ. സഹോദരങ്ങളെ, വേദനിപ്പിക്കാനല്ല പറയുന്നത്, വേദന കൊണ്ട് പറയാണ്. ഇതാണ് ആദർശം. നബിദിനത്തിന്റെ പേരിൽ നടക്കുന്ന കൂത്താട്ടങ്ങൾ, ആരാണ് പ്രവാചകൻ? അൽ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, അത് വഴിയിൽ നിന്ന് തടസ്സമാറ്റൽ ഈമാനിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ തന്നെ, ആ പ്രവാചകന്റെ പേരിൽ തന്നെ റോഡ് മുഴുവനും ബ്ലോക്കാക്കി. അല്ലെ, എന്റെ നാട്ടില് കണ്ണൂർ മുതൽ പുതിയ തെരു കഴിഞ്ഞ് വളപട്ടണം കഴിഞ്ഞ് പാപ്പിനിശ്ശേരി കഴിഞ്ഞ് അങ്ങ് ഏകദേശം കുറ്റിക്കോല് വരെ 8 കിലോമീറ്റർ 10 കിലോമീറ്റർ നബിദിനത്തിന്റെ ഘോഷയാത്ര കാരണം ബ്ലോക്കാണ്. ആരുടെ പേരിൽ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ബ്ലോക്കിൽ എവിടെയെങ്കിലും ഒരു ആംബുലൻസ് നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ ഘോഷയാത്ര കാരണം രൂപപ്പെട്ട ഈ ബ്ലോക്കിന്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് ഒരു ആംബുലൻസ് നിൽക്കുന്നുണ്ടെങ്കിൽ, ആ ആംബുലൻസിൽ മരണത്തോടും മല്ലിടുന്ന ഒരു പിതാവുണ്ടെങ്കിൽ, ആ പിതാവിന്റെ ചുറ്റിലും കരഞ്ഞുകൊണ്ട് കണ്ണുനീർ വാർത്തു നിൽക്കുന്ന പെൺമക്കളുണ്ടെങ്കിൽ, ആ പിതാവെങ്ങാനും മരിച്ചാൽ, ആ പിതാവെങ്ങാനും മരണമടഞ്ഞാൽ, ആ പിതാവിനെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ ആരെയാണ് കുറ്റം പറയുക? ഏറ്റവും വലിയ മാനവികതാ പാഠം പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമെ അല്ലേ ഈ നബിദിനത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കൂത്താട്ടങ്ങള്? സഹോദരങ്ങളെ, തിരിച്ചു പോകണ്ടേ? എല്ലാ ജുമുഅക്കും കേൾക്കുന്ന കാര്യല്ലേ? എന്ത്? കുല്ലു ബിദ്അത്തിൻ ദലാല വ കുല്ലു ദലാലത്തിൻ ഫിന്നാർ. എല്ലാ പുതിയതും അക്രമം തന്നെയാ, എല്ലാ അക്രമവും നരകത്തിൽ തന്നെയാണെന്ന് എല്ലാ ഖുതുബകളിലും നാം കേൾക്കുന്നതല്ലേ, എല്ലാ പ്രസംഗങ്ങളിലും കേൾക്കുന്നതല്ല. പക്ഷേ ആ തൊണ്ടക്കുഴി കടന്നുകൊണ്ട് ഇതുവരെ ഹൃദയത്തിന്റെ അകത്തേക്ക് ആ വചനം കടന്നു ചെന്നിട്ടില്ല. നബിദിനം ബിദഅത്തല്ലേ? ഇബ്രാഹിമി മില്ലത്തിൽ പെട്ടതാണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സമയത്ത് പ്രവാചകന്റെ കൂടെ തലങ്ങും വിലങ്ങും കൂട്ടുനിന്നിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ തിരുനാവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണാൽ അതുപോലെ വിശ്വസിച്ചിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പ്രവാചകൻ മരിച്ചു കഴിഞ്ഞിട്ടും ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഞാൻ പിടിച്ചിട്ടും ഒരൊറ്റ വട്ടമെങ്കിലും നബിദിനം ആഘോഷിച്ചതിന് തെളിവ് കൊണ്ടുവരാൻ സാധിക്കുമോ? ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ പ്രവാചകനെ ഞാനാണ് സ്നേഹിക്കുന്നതെന്ന് പറയാൻ ആണത്തമുള്ള ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ വാക്ക് ശ്രവിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ കടന്നു വരിക സ്റ്റേജിലേക്ക്. ഞാനാണ് അബൂബക്കർ സിദ്ദീഖിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് പറയാൻ ആണത്തമുണ്ടെങ്കിൽ കടന്നു വരിക സ്റ്റേജിലേക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 വർഷക്കാലം ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ കടിഞ്ഞാൺ പിടിച്ചു. പേർഷ്യ റോമ സാമ്രാജ്യങ്ങളുടെ സിംഹാസനത്തിന്റെ അടിക്കാലുകളിലേക്ക് ഇസ്ലാമിന്റെ സാമ്രാജ്യത്തിന്റെ വലുപ്പം കൂട്ടിക്കൊണ്ട് നൈതികത സ്ഥാപിച്ച് ഇന്ന് ഇന്ത്യയിൽ ജീവിച്ച ഗാന്ധിജി പോലും ആ ഉമറിന്റെ ഭരണം ആഗ്രഹിച്ചില്ലേ? അത്തരത്തിലുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കൺട്രോൾ വിട്ട ജീവിതത്തിലെ ഒരേ ഒരു സന്ദർഭമേതാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു
പോയ ജീവിതത്തിന്റെ ഒരൊറ്റ സന്ദർഭമേതാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചുവെന്ന് പറഞ്ഞപ്പോ തന്റെ അരയിൽ നിന്ന് വാള് വലിച്ചൂരിക്കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാ, ആരെങ്കിലും എന്റെ പ്രവാചകൻ മരിച്ചുവെന്ന് പറഞ്ഞാൽ അവനെ ഞാൻ എന്റെ വാളിന്റെ ഇരയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചീറ്റപ്പുലിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ അത്തരത്തിൽ ആക്കിയതെന്താണെന്നറിയുമോ? ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്താണെന്നറിയുമോ? പ്രവാചകനോടുള്ള സ്നേഹമാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു വട്ടമെങ്കിലും ചരിത്രത്തിൽ നബിദിനാഘോഷം കൊണ്ടാടിയിട്ടുണ്ടോ? അല്ല. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ സ്നേഹം എനിക്ക് പ്രവാചകനുണ്ട്, പ്രവാചകനോടുണ്ടെന്ന് പറയാൻ ആണത്തമുള്ള, പറയാൻ ചങ്കൂറ്റമുള്ള, ധൈര്യമുള്ള ആൺകുട്ടികൾ ഉണ്ടെങ്കിലോ സ്റ്റേജിലേക്ക് കടന്നു വരിക. ഒരു മുസ്ലിമും അങ്ങനെ ഉണ്ടാകുകയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചിട്ട് ഒരു വട്ടമെങ്കിലും എന്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ മരിച്ചു കഴിഞ്ഞ് കാലങ്ങൾ ജീവിച്ചില്ലേ? ഒരു വട്ടമെങ്കിലും നബിദിനം ആഘോഷിച്ചതായി കാണിച്ചു തരാൻ സാധിക്കുമോ? എന്തേ കാരണം? ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രവാചകനോട് സ്നേഹമില്ലേ? പ്രവാചകനോട് വാത്സല്യമില്ലേ? പ്രവാചകനോട് കാരുണ്യമില്ലേ? അങ്ങനെയുള്ള അഭിപ്രായമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് ഈ സ്റ്റേജിൽ വന്ന് പ്രഖ്യാപിക്കണം. പിന്നെ നീ മുസ്ലിമാണെന്ന് ഇവിടെ ഒരാളും വിശ്വസിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇക്കഴിഞ്ഞു പോയ ആളുകൾക്കൊന്നുമില്ലാത്ത ഒരു സ്നേഹം, ഇബ്രാഹിമി മില്ലത്തിലില്ലാത്ത ഒരു സ്നേഹം നബിദിനാഘോഷം എന്ന പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് കെട്ടിയെടുത്തപ്പോ അതിന്റെ ദുരന്ത ഫലമായി തകർന്നടിഞ്ഞത് ഇസ്ലാമിന്റെ അന്തസ്സാണ്, ഇസ്ലാമിന്റെ വൈവിധ്യമാണ്, ഇസ്ലാമിന്റെ നിത്യനവോജ്വലതയാണ്. അത് തിരിച്ചു പിടിക്കണം, അത് തിരിച്ചു പിടിക്കണം. അതോരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്, അതോരോ മുസ്ലിമിന്റെയും ബാധ്യതയാ. ബിദ്അത്തിനും ശിർക്കിനും എതിരെ പ്രബോധനം ചെയ്യുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. തിരിച്ചടിക്കലല്ല. പ്രബോധനം ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, തീർച്ചയാണ്. അതെല്ലാ സഹാബികളും പ്രവാചകന്മാരും ഏറ്റുവാങ്ങിയിട്ടുള്ളതാ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ചോദിച്ചത്. أم حسبتم من تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. മുസ്ലിമീങ്ങളെ, എളുപ്പത്തിൽ അങ്ങ് സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റേ. നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ച യാതനയും വേദനയും അനുഭവിക്കാതെ സ്വർഗത്തിന്റെ പടി കടന്നുകൊണ്ട് പോകാൻ സാധ്യമല്ല. മുസ്ലിമീങ്ങളെ, 40 വയസ്സ് വരെ അൽ അമീൻ എന്ന് മാത്രം വിളിക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ഹാഷിമിന്റെ മക്കളെ മുഴുവനും വിളിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുകയാണ്. ഒരു ദിവസം ലാത്തയല്ലടോ, ഉസ്സയല്ലടോ, മനാത്തയല്ലടോ, ഹബലയല്ലടോ, ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച കറുത്തവനെയും വെളുത്തവനെയും സൃഷ്ടിച്ച ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും സിഖുകാരനെയും ജൂതമതക്കാരനെയും ജൈനമതക്കാരനെയും പാഴ്സിമതക്കാരനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും സൃഷ്ടിച്ച ആ പടച്ച തമ്പുരാന്റെ മുന്നിൽ മാത്രമേ ആരാധന പാടുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വെച്ചങ്ങ് പ്രഖ്യാപിച്ചപ്പോ അതുവരെ പ്രവാചകനെ അൽ അമീൻ എന്ന് മാത്രം വിളിച്ചുകൊണ്ടിരുന്ന മക്ക മുശ്രിക്കുകൾ അന്നുകൊട്ട് ഏറ്റവും വലിയ കള്ള എന്ന് വിളിക്കുകയാണ്, കള്ളവാദി എന്ന് വിളിക്കുകയാണ്. പ്രവാചകന്റെ ശരീരത്തിലേക്ക് കല്ലുകൾ പാഞ്ഞു വരികയാ, പ്രവാചകനെ കൂക്ക് വിളിക്കുകയാണ്. ബഹിഷ്കരണങ്ങളും അക്രമങ്ങളും സഹിക്കാൻ സാധിക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിന്റെ മണ്ണിലേക്ക് പലായനം ചെയ്ത സമയം എന്താണോ മക്കയിൽ നിന്ന് അനുഭവിച്ചത് അതിനേക്കാൾ എത്രയോ ഇരട്ടി പീഡനമതാ തായിഫിന്റെ മണ്ണിൽ നിന്നും അനുഭവിക്കേണ്ടി വരികയാണ്. വാർന്നൊലിക്കുന്ന ചോരയുമായി, വിയർത്തൊലിക്കുന്ന ശരീരവുമായി, നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി, വിറക്കുന്ന ചുണ്ടകളുമായി, വിറയാർന്ന കരങ്ങളുമായി, ബലം പോയ കാലുകളുമായി ഏതോ ഒരു ജൂതന്റെ മുന്തിരിത്തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഏങ്ങി ഏങ്ങിക്കരയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് 2 മാലാഖമാർ ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുകയാ, പ്രവാചകരെ, താങ്കളൊരു സമ്മതം മൂളിയാൽ, താങ്കളുടെ ഒരു കോൺസെന്റ് ഉണ്ടായാൽ പ്രവാചകരെ, താങ്കളെ
താങ്കളെ ആക്രമിച്ച ഈ ജനത, താങ്കളെ കൂക്കുവിളിച്ച ഈ ജനത, താങ്കളെ ബഹിഷ്കരിച്ച ഈ ജനത, തായിഫിന്റെ രണ്ട് ഭാഗത്തും ഉയർന്നു നിൽക്കുന്ന മാമലകൾ കണ്ടോ പ്രവാചകരെ? ആ മലകൾക്കിടയിലിട്ട് ചതച്ചു കളയാം പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോ ആ പ്രവാചകന്റെ തിരുനാവിൽ നിന്ന് ഉതിർന്നു വീണ ഒരു വചനമുണ്ട് മുസ്ലിമേ, അല്ലാഹുമ്മ ഗഫിർ ലഹും ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുമ്മ ഗഫിർ ലഹും ഫഇന്നഹും ലാ യഅലമൂൻ. നാദാ പുറത്തു കൊടുക്കണേ അല്ലാ, മാപ്പ് നൽകണേ അല്ലാ. അവരറിവില്ലാത്തവരാണ് തമ്പുരാനെ, അവര് വിവരമില്ലാത്തവരാണ് നാദാ. അത് തന്നെയാണ് ഒരു മുജാഹിദിന്റെ നാവിൽ നിന്ന് ഉതിർന്നു വീഴേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ മുനമ്പത്ത് ബീവിയുടെ ജാറത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുമ്പോ, ഉമർ ഖാലിയുടെ ജാറത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുമ്പോ, ഒരുപക്ഷെ സ്റ്റേജിലേക്ക് കല്ലുകൾ പാഞ്ഞു വരാം, മുട്ടയേറുകൾ പാഞ്ഞു വരാം, കൂക്കുവിളികൾ പാഞ്ഞു വരാം. പക്ഷേ ആ സമയത്തും നമ്മുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴേണ്ട വചനം എന്താ? അല്ലാഹുമ്മ ഗഫിർ ലഹും ഫഇന്നഹും ലാ യഅലമൂൻ. നാദായി എറിയുന്നവർക്ക് പുറത്തു കൊടുക്കണേ, നാദായി കൂക്ക് വിളിക്കുന്നവർക്ക് പുറത്തു കൊടുക്കണേ, നാദായി പരിഹസിക്കുന്നവർക്ക് പുറത്തു കൊടുക്കണേ, നാദായി അപഹസിക്കുന്നവർക്ക് പുറത്തു കൊടുക്കണേ. കാരണം 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ മലമടക്കുകളെ രോമാഞ്ചമണിയിച്ചുകൊണ്ട് കടന്നു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന മാതൃക ഇതാണ് മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് നാമും ആ മാതൃക തന്നെയാണ് പിൻപറ്റേണ്ടത്. ആരാണ് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു? നീഗ്രോ വംശജനായിരുന്ന ഒരു അടിമ, ഇന്നലകളെ കുറിച്ച് അവബോധമില്ലാതെ, നാളെയെ കുറിച്ച് പ്രതീക്ഷയില്ലാതെ, ഇന്നിന്റെ അവകാശബോധങ്ങളെ കുറിച്ച് ചിന്തയില്ലാതെ, അറേബ്യൻ മണ്ണിന്റെ മരുഭൂമിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ 6 അടി മണ്ണിന്റെ അവകാശി മാത്രമായി കൊണ്ട് മൃതിയടഞ്ഞു പോകുമായിരുന്ന ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ഇന്നാരാ? ലോകത്തിന്റെ തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ഉഴന്നു നിൽക്കുന്ന കോടാനുകോടി പള്ളിമിനാരങ്ങളിൽ നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ഉയരുന്ന സമയത്ത് ലോകത്തുള്ള എഞ്ചിനീയർ അടങ്ങുന്ന, ഡോക്ടർ അടങ്ങുന്ന, IAS കാരടങ്ങുന്ന, IPS കാരടങ്ങുന്ന, വിശാരദന്മാരടങ്ങുന്ന, സാഹിത്യകാരന്മാരടങ്ങുന്ന, കവികളടങ്ങുന്ന കോടാനുകോടി മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന രോമാഞ്ചജന്യമായ വികാരമാണെന്ന് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ സഹിച്ച വേദനയുണ്ടല്ലോ, ആ ബിലാൽ സഹിച്ച യാതനയുണ്ടല്ലോ, ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് അതുല്യമാണ്, അനുപമമാണ്. അറേബ്യൻ മരുഭൂമിയുടെ മണൽത്തരികളിൽ മലർത്തിക്കിടത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചത്തേക്ക് ഭാരമുള്ള കല്ലുകൾ കയറ്റിവെച്ച് അദ്ദേഹത്തിന്റെ കാലുകളിൽ 2 ശക്തരായ ഒട്ടകങ്ങളെ കെട്ടിയിട്ട് വിപരീത ദിശയിലേക്ക് നയിച്ച് ചാട്ടവാറുകൊണ്ട് തുരുതുരാടിച്ചുകൊണ്ട് ലാത്തയെ വിളിക്കടാ, ഉസ്സയെ വിളിക്കടാ, മനാത്തയെ വിളിക്കടാ, ഹബലയെ വിളിക്കടാ എന്ന് പറഞ്ഞപ്പോ ആ ബിലാലിന്റെ നാവിൽ നിന്ന് ഉതിർന്നു വീണ വചനമെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹയല്ലാതെ മറ്റൊരാരാധ്യനില്ല. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചതാരാണോ ആ നാഥനല്ലാതെ മറ്റൊരുത്തരെ ആരാധിക്കാൻ ബിലാലിന്റെ ശരീരത്തെ തുണ്ടം തുണ്ടമായി കൊന്നുകളഞ്ഞാലും തയ്യാറാകുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ ആദർശത്തിന്റെ ധീരത ഇന്നിതാ കേരളത്തിന്റെ മണ്ണില് കേരളത്തിന്റെ മണ്ണില് കിലോമീറ്ററുകൾ കടന്നുകൊണ്ട് വന്നെത്തി. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശബ്ദം ഖിയാമത്ത് നാൾ വരെ മുഴങ്ങണം. എത്ര തന്നെ പ്രതിസന്ധി ഉണ്ടായാലും, എത്ര തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും, എത്ര തന്നെ പ്രയാസങ്ങൾ ഉണ്ടായാലും, എത്ര തന്നെ ക്ലേശങ്ങൾ ഉണ്ടായാലും ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധന രംഗത്തിന്റെ മുൻനിരയിൽ നിന്ന് പിന്മാറാൻ മുസ്ലിമീങ്ങളെ നാം ഒരിക്കലും തയ്യാറാകരുത്. അതിനുവേണ്ടിയാകണം നമ്മുടെ പ്രവർത്തനം, അതിനുവേണ്ടിയാകണം നമ്മുടെ പ്രയത്നം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇബ്രാഹിമി മില്ലത്ത് സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം, ഇബ്രാഹിമി മില്ലത്ത് സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രബോധനം എന്നുള്ളത് എല്ലാ മുസ്ലിമീങ്ങളുടെയും ബാധ്യതയാണ്, എല്ലാ മുസ്ലിമീങ്ങളുടെയും ബാധ്യതയാണ്, അല്ലേ? ഭവിഷ്യൽ പുരാണം വരെ മുസ്ലിമീങ്ങളുടെ പ്രത്യേകതയായിക്കൊണ്ട് എടുത്തു പറഞ്ഞ കാര്യം എന്താ? ലിംഗച്ഛേദിശികാഹീനസ്മശ്രുതാനി സദൂഷക ഉച്ചാലഭീ സർവഭക്ഷി ഭവിഷ്യതി ജനമോ വിനകൗശലം ശവശവസ്തോം ക്ഷാഭക്ഷയാമതമാം മുസൈലനവസംസ്കാര കുശൈരഭവ വിശ്വതി തസ്മാൽ മുസലബന്ധോഹ ജാതയോ ധർമ്മദൂഷക
ഇതി പൈശാചധർമ്മശ്ച ഭവിഷ്യതി വിയാഗ്രത. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് കടന്നു വരാനിരിക്കുന്ന മുസ്ലിം സമുദായത്തെ കുറിച്ച് ഭവിഷ്യൽ പുരാണം നടത്തിയ പ്രവചനം എന്താ പറഞ്ഞത്? ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അവർ നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നവരാ, തിന്മയെ എതിർക്കുന്നവരാ. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങളിൽ നിന്നൊരു സമുദായം ഉണ്ടാകട്ടെ, അധർമ്മം കാണുമ്പോ കൈപിടിച്ചുകൊണ്ട് അരുതടാ എന്ന് പറയാനുള്ള ത്രാണിയുള്ള ചങ്കൂറ്റമുള്ള ഒരു പറ്റം സമുദായം നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ എന്ന് ഖുർആൻ ഉപദേശിക്കുമ്പോ അത് തന്നെയാണ് ഭവിഷ്യൽ പുരാണവും പറഞ്ഞത്. തൗഹീദിന്റെ പ്രാധാന്യം എല്ലാ വേദഗ്രന്ഥങ്ങളും പറഞ്ഞതാ. ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1, 2, 3 ഋക്കുകൾ. ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പരിദേക ആസിത് സദാധാര പൃഥിവീം ദ്യാമുതേമാം കസ്മൈ ദേവായ ഹവിഷാ വിദേമാ യ ആത്മദാ ബലദാ യസ്യ വിശ്വ ഉപാസതേ പ്രസിശം യസ്യ ദേവ യസ്യ ഛായാമൃതം യസ്യ മൃത്യു കസ്മൈ ദേവായ ഹവിഷാ വിദേമാ. ഏതൊരു ദൈവമാണോ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചത്, ഏതൊരു ദൈവമാണോ ആത്മാവിന് ബലം നൽകിയത്, ഏതൊരു ദൈവമാണോ സൂര്യചന്ദ്രാദികളെ പടച്ചത്, ഏതൊരു ദൈവമാണോ തമോഗത്തങ്ങളുടെ നീക്കങ്ങളെ നിയന്ത്രിക്കുന്നത്, ഏതൊരു ദൈവമാണോ മണ്ണിന് ജലതയുണ്ടാക്കിയത്, ഏതൊരു ദൈവമാണോ കടലിന്റെ ആഴങ്ങളിൽ നീന്തിത്തുടിക്കുന്ന ഭീമാകാരങ്ങളായ മത്സ്യങ്ങളെ നിയന്ത്രിക്കുന്നത്, ഏതൊരു ദൈവമാണോ ആകാശത്തിന്റെ അനന്ത വിഹായസിലൂടെ വട്ടമിട്ട് പറക്കുന്ന പറവകളുടെ ചിറകിന്റെ ഘടന നിശ്ചയിച്ചത്, ഏതൊരു ദൈവമാണോ ലോകത്തിലുള്ള ശതകോടിക്കണക്കിന് ജീവജാലങ്ങളുടെ വൈവിധ്യവും വൈജാത്യവും ഉണ്ടാക്കിയത്, കസ്മൈ ദേവായ ഹവിഷാ വിദേമാ. ആ ദൈവത്തിന്റെ മുന്നിലാകണം നിന്റെ പ്രാർത്ഥന, ആ ദൈവത്തിന്റെ മുന്നിലാകണം നീ നമ്രശിരസ്കനാകുന്നത്, ആ ദൈവത്തിന്റെ മുന്നിലാകണം നിന്റെ കരച്ചില്, ആ ദൈവത്തിന്റെ മുന്നിലാകണം നിന്റെ തേട്ടം, നിന്റെ പ്രയാസം പറച്ചില്. അത് തന്നെയാണ് ഋഗ്വേദവും പറയുന്നത്, അത് തന്നെയാണ് ബൈബിളും പറയുന്നത്, അത് തന്നെയാണ് ഖുർആനും പറയുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരുടെ കൂട്ടത്തിൽ അമുസ്ലിങ്ങളായ ആളുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, അല്ലാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ദൈവമല്ല. അല്ലാഹ് എന്ന അറബി പദത്തിന്റെ അർത്ഥം ദൈവം എന്നാണ്, ഈശ്വരൻ എന്നാണ്. ഒരാള് ദൈവമേ എനിക്ക് പാപം പൊറുത്തു തരണേ എന്ന് പറഞ്ഞാൽ അല്ലാഹ് എനിക്ക് പാപം പൊറുത്തു തരണേ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. ആരാണ് അല്ലാഹ്? എന്നെയും നിന്നെയും സൃഷ്ടിച്ച, എന്റെയും നിന്റെയും മാതാപിതാക്കളെ സൃഷ്ടിച്ച, എന്റെയും നിന്റെയും മുൻഗാമികളെ സൃഷ്ടിച്ച, എനിക്കും നിനക്കും വെള്ളം നൽകുന്ന, എനിക്കും നിനക്കും വായ നൽകുന്ന, എനിക്കും നിനക്കും ഭക്ഷണം നൽകുന്ന അവനാണ് അല്ലാഹ്. അവനെ എന്ത് പേര് വിളിച്ചാലും എന്ത് നാമം വിളിച്ചാലും അവന്റെ മുന്നിൽ മാത്രമേ ആരാധനകൾ പാടുള്ളൂ, അവന്റെ മുന്നിൽ മാത്രമേ അർച്ചനകൾ പാടുള്ളൂ, അവന്റെ മുന്നിൽ മാത്രമേ നേർച്ചകൾ പാടുള്ളൂ. അത് തന്നെയാണ് നിന്റെ വേദഗ്രന്ഥം പഠിപ്പിക്കുന്നത്, അത് തന്നെയാണ് മുസ്ലിമിന്റെ വേദഗ്രന്ഥം പഠിപ്പിക്കുന്നത്, അത് തന്നെയാണ് ബൈബിളും പഠിപ്പിക്കുന്നത്. ഈ സുന്ദരമായ ആദർശം പ്രബോധനം ചെയ്യാൻ, ഈ സുന്ദരമായ ആദർശത്തിന് പ്രചാരണം നൽകാൻ ഒരേ ഒരു ദൈവം, ഒരൊറ്റ ജനത, ഭിന്നങ്ങളില്ലാത്ത, തർക്കങ്ങളില്ലാത്ത, സമുദായങ്ങളില്ലാത്ത ഒരേ ഒരു വികാരമുള്ള ജനത. അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആദർശം. ആ ആദർശം പ്രബോധനം ചെയ്യുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാ, അല്ല ഓരോ മനുഷ്യന്റെയും ബാധ്യതയാ. ആ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പാടില്ല. ആ ബാധ്യതയിൽ നിന്ന് എന്തൊക്കെ പറഞ്ഞാലും ഒഴിഞ്ഞു മാറാനും ഒരു മുസ്ലിമിന് സാധ്യമല്ല. വെട്ടിത്തുറന്ന് പറയണം. തെറ്റു കണ്ടാൽ വേണ്ടാധീനം കണ്ടാൽ വെട്ടിത്തുറന്ന് പറയാനുള്ള ഒരു മനസ്സ് മുസ്ലിമിന് ഉണ്ടാകണം. അല്ലാതെ ഒരു രക്ഷയില്ല, പറഞ്ഞേ പറ്റുള്ളൂ. ചില ആളുകളുണ്ട് നമ്മുടെ നാട്ടില്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഡീസന്റ് കാക്കമാരെ കണ്ടിട്ടില്ലേ? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന കോളത്തിൽ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എങ്ങനെ? എന്ത് തെറ്റ് കണ്ടാലും ആരാണോ അവിടെ കൂടുതൽ തെറ്റ് ചെയ്യുന്നവരാണ് അവിടെ കൂടുതലുള്ളെങ്കിൽ അവരുടെ കൂടെ കൂടും, ശരി ചെയ്യുന്നവരാണ് അവിടെ കൂടുതലുണ്ടെങ്കിൽ അവരുടെ കൂടെ കൂടും. ഇങ്ങനെ ചില ആളുകളുണ്ട്, ഡീസന്റ് കാക്കമാര്. അങ്ങനെ ആവാൻ പറ്റില്ല, ഒരു മുസ്ലിമിന് അനുവദനീയമല്ല. അധർമ്മം കണ്ട എതിർക്കുക ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്, ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ബാധ്യതയാണ്.
അല്ലെ? സാധാരണ ഒരു കഥ പറയാറുണ്ട്, അങ്ങനെയുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ പറയാറുണ്ട്. എന്തറിയോ? ഒരിക്കല് ഒരു തടിച്ച മനുഷ്യനും ഒരു മെലിഞ്ഞ മനുഷ്യനും തമ്മിൽ ഭയങ്കര അടികൂടി അവസാനം തടിച്ച മനുഷ്യൻ അവന്റെ ഊക്കൂഷാറൊക്കെ വെച്ച് നല്ലോണം കൊടുത്തിട്ട് ഓനും തളർന്നു, കൊണ്ടിട്ട് മെലിഞ്ഞ മനുഷ്യനും തളർന്നു. അങ്ങനെ രണ്ടുപേരും ഓരോ വശത്ത് അങ്ങനെ ഇരുന്നു, കഥച്ചിങ്ങനെ ഇരിക്കുക. ആ സമയത്താണ് ഇൻസൈഡൊക്കെ ചെയ്ത് മുടിയൊക്കെ വാരി പോക്കറ്റിലൊരു പെന്നൊക്കെ കുത്തി ഷൂ ഒക്കെ ഇട്ട് നല്ല അടിപൊളി സുന്ദരനായിക്കൊണ്ട് ഒരാൾ അങ്ങോട്ട് നടന്നു വരുന്നേ. അപ്പോ അയാള് വന്നു, ഇങ്ങനെ നോക്കി. രണ്ടാളും ഒരാൾക്ക് നല്ലോണം കൊണ്ടിട്ടുണ്ട്, ഒരാൾ നല്ലോണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടാളെയും സമാധാനിപ്പിക്കണം. എന്ത് ചെയ്യും? അങ്ങനെ ഇയാൾ ആദ്യം മെലിഞ്ഞ മനുഷ്യനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, എന്താ ഈ ബുദ്ധിയില്ലേ? ഓന്റെ കോലം കണ്ട നീ ഒരു ഹിപ്പോപ്പൊട്ടാമസിന്റെ വണ്ണുണ്ട്, എന്നിട്ട് ഓന്റെ കൂടെ അടികൂടാൻ പോയിക്കാണോ? നിങ്ങക്ക് കൊല്ലണം. അപ്പോ ഈ മെലിഞ്ഞ മനുഷ്യൻ പറഞ്ഞു, അല്ല കാക്ക, ഓൻ ഇന്ന അങ്ങനെ പറഞ്ഞു, അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു, അപ്പൊ ഓൻ ഇന്നെ പിന്നെയും തിരിച്ചു പറഞ്ഞു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കായി ഒരുപാട് ന്യായം പറഞ്ഞു. അപ്പൊ ഈ ഡീസന്റ് കാക്ക, അങ്ങനെയാണല്ലേ സംഭവം. ശരിയടാ, അപ്പൊ നിന്റെ അടുത്ത ന്യായല്ലേ? ശരിയാണ്, നിന്റെ അടുത്താണ് ന്യായം, നീ ധൈര്യമായിട്ട് പോയിക്കോ. അപ്പൊ രണ്ട് കൊണ്ടാലും വേണ്ടില്ല, ന്യായം എന്റെ അടുത്താണല്ലോ, ധർമ്മം എന്റെ അടുത്താണല്ലോ. സാരെ ജഹാൻ സാക്ക് അച്ചൊക്കെ പാടിയിട്ട് ഓൻ അങ്ങ് നടന്നുപോയി. ഓന് കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോ തടിച്ച മനുഷ്യനെ വിളിച്ചു ഇയാള്. എന്നിട്ട് ഓനോട് ചോദിച്ചു, എന്താ എങ്ങായി, നിനക്ക് മനുഷ്യത്വമില്ലേ? ഇത്തിരി പോന്ന ഒന്നിനും കൊള്ളാത്ത ഇർക്കിലി പോലുള്ള ആ മനുഷ്യനെ പിടിച്ചടിക്കാൻ എന്താ നിനക്ക് കുറച്ച് ദയയില്ലേ? അപ്പൊ അയാളും കുറെ ന്യായം പറഞ്ഞു, ഓൻ അടിക്കാക്കാൻ പറ്റൂല, ഓൻ അങ്ങനെയാണ്, ഓനക്ക് ഭയങ്കര ദണ്ഡിപ്പാണ്, ഭയങ്കര തണ്ടാണ്, ഓനെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ അയാളും കുറെ ന്യായം പറഞ്ഞു. അപ്പോ ഈ ഡീസന്റ് ആക്ക, അങ്ങനെയാണല്ലേ, ശരി, നിന്റെ അടുത്താ ന്യായം നിന്റെ അടുത്താണ്, ഓനക്ക് 2 കൊള്ളണം, 2 കൊണ്ടേ പറ്റുള്ളൂ, അവിടെ നീ ധൈര്യമായിട്ട് പോയിക്കോ. അപ്പൊ അയാൾക്കും സമാധാനമായി. 2 കൊടുത്തതിന്റെ ഒരു ചെറിയ പ്രായശ്ചിത്തൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി അയാൾക്കും നല്ല സമാധാനമായി, അയാളും അങ്ങ് നടന്നുപോയി. ഇതിങ്ങനെ കണ്ടു നിൽക്കുന്ന ഒരു പാവ മനുഷ്യൻ, ഒരു വഞ്ചിക്കാരൻ, അയാൾ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്കെന്താ നാണോ ഉളുപ്പില്ല മനുഷ്യ? നിങ്ങൾക്കെന്താ നാണോ ഉളുപ്പില്ലേ? ആദ്യം ഓനോട് പറഞ്ഞു ഓന്റെ അടുത്താ ശരി, പിന്നെ ഇവനോട് പറഞ്ഞു ഇവന്റെ അടുത്താ ശരി. നിങ്ങളെന്താ ഹിപ്പോക്രാറ്റ് ആണോ? നിങ്ങളെന്താ ചതിയനാണോ, വഞ്ചനാണോ? ഇയാളിങ്ങനെ പ്രസംഗം തുടങ്ങി. അപ്പൊ ഈ ഡീസന്റ് കാക്ക, ശരിയാണ്, നിന്റെ അടുത്താ ശരി, നിന്റെ അടുത്താണ്. ഓൾ രണ്ടാളും പൊക്കാണ്, നീയാണ് ശരി, നീയാണ് അങ്ങനെ, നീയാണ് ഇങ്ങനെ, നീ ഭയങ്കര സംഭവമാണ്, മറ്റേതാണ് മറിച്ചതാന്നൊക്കെ പറഞ്ഞപ്പോ ഇയാളും സാരേ ജാൻ സാച്ചൊക്കെ പാടി അയാൾ അങ്ങ് നടന്നുപോയി. ഡീസന്റ് കാക്ക ഇങ്ങോട്ടും പോയി. ഇങ്ങനെ കുറെ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ, ഇങ്ങനെ കുറെ ആളുകൾ. ഇത് മുസ്ലിമീങ്ങൾക്ക് യോജിച്ച പണിയല്ല. ഇങ്ങനെ ഒരു മുസ്ലിമിനാകാൻ അനുവദനീയമല്ല, അല്ലെ? എന്ത് ചെയ്താലും തെറ്റിന്റെ കൂടെയും ശരിന്റെ കൂടെയും 2 വഞ്ചിയിലും കാല് വെച്ച് ഇങ്ങനെ സുഖമായിട്ട് പോവാ, ആരെടുത്തും ഉപദ്രവമില്ലല്ലോ, അല്ലെ? ഭൂരിപക്ഷം വരുന്ന ആളുകൾ അങ്ങനെയാ. സുബ്ഹാനല്ലാഹ്, അല്ലെ? മുജാഹിദുകൾ ഒരു പരിപാടി വെച്ചാൽ നിങ്ങൾ പ്രശ്നം ഉണ്ടായാലും ഭൂരിപക്ഷം വരുന്ന ആളുകൾ എന്താ പറയാ? ശൈത്താന്മാർക്ക് വേറെ പണിയില്ലേ, പൊരക്കനങ്ങാണ്ട് ചോർന്ന് കുത്തിരിക്കുന്നല്ലാണ്ട്, അല്ലെ? ഇതെല്ലാം അധികാലം പറയാ. സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൗമ്, ആ കൗമിനോട് പടച്ചോൻ പറഞ്ഞു, നിങ്ങൾ സബത്ത് ദിനത്തിൽ മീൻ പിടിക്കാൻ പാടില്ല, അപ്പോ അക്കൂട്ടത്തിലുള്ള കുറച്ച് വൃത്തിയട്ടവന്മാർ എന്ത് ചെയ്തു? സബത്ത് ദിനം എന്ന് പറഞ്ഞ ശനിയാഴ്ച, വെള്ളിയാഴ്ച രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് വലട്ട് വെക്കും, എന്നിട്ട് ഞായറാഴ്ച രാത്രി മീൻ പോയി പിടിക്കും. അപ്പൊ എന്തായി? ശനിയാഴ്ച മീൻ പിടിച്ചോ? ഇല്ല. മീൻ കിട്ടിയോ? കിട്ടി. 2 ആയില്ലേ? അങ്ങനെയുള്ള കുറെ കൗശലക്കാര് അതില് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽ കുറച്ച് ആളുകൾ അതിനെ എതിർത്തു, ശക്തമായി എതിർത്തു. അപ്പൊ ഈ ചെയ്യുന്ന കൂട്ടർ സ്വാഭാവികമായും തമാടികളായിരിക്കുമല്ലോ. അവരെന്ത് ചെയ്തു? കല്ലെറിയാൻ തുടങ്ങി, കൂക്ക് വിളിക്കാൻ തുടങ്ങി, കൊഞ്ഞനം കുത്താൻ തുടങ്ങി, അപഹസിക്കാനൊക്കെ തുടങ്ങി. തമ്മിൽ തല്ലായി. അവസാനം അടിയൊക്കെ കൊണ്ട് ഈ കുറച്ച് കൂട്ടർ ക്ഷീണിച്ച് വീട്ടിൽ വന്ന് കിടക്കുമ്പോ സമൂഹത്തിലുണ്ടാവുന്ന ഭൂരിപക്ഷം വരുന്ന ആളുകൾ പറഞ്ഞു, ഈ ചങ്ങായിമാർക്ക് വേറെ പണിയൊന്നുമില്ലേ, ഓരോ പാടായി, അവരെന്തെങ്കിലും ചെയ്തോട്ടെ, എന്തിനാ അതിൽ ഇടപെടാൻ പോണത്? നമ്മൾ നന്നായിട്ട് നടന്നാ പോരെ? നമ്മൾ നല്ല ഇൻസൈഡൊക്കെ ചെയ്ത്, നല്ല ലീ കൂപ്പറിന്റെ ഷൂ ഒക്കെ ഇട്ട്, നല്ല പെണ്ണൊക്കെ കുത്തി, നല്ല വാച്ചൊക്കെ കെട്ടി അങ്ങനെ നടന്നാ പോരെ? എന്തിനാ വെറുതെ എതിർക്കാൻ പോണേ ചോദിച്ചു ഭൂരിപക്ഷം വരുന്ന സമുദായം. പടച്ചോന്റെ അഭിപ്രായം പറഞ്ഞു, എന്ത്? കൂനു ഖിറദത ഖാസി. പടച്ചോന്റെ അഭിപ്രായം പറഞ്ഞു, കൂനു ഖിറദത ഖാസി, നിങ്ങളെല്ലാം കുരങ്ങന്മാരായിക്കോ. അപ്പൊ എല്ലാരും കുരങ്ങന്മാരായി. ആരൊഴികെ? ഈ കുറച്ച് കൂട്ടരൊഴികെ, ഈ ഏറ് കൊണ്ട കൂട്ടരുണ്ടല്ലോ, അപഹാസമേറ്റ കൂട്ടരുണ്ടല്ലോ, പരിഹാസമേറ്റ കൂട്ടരുണ്ടല്ലോ, അവരൊഴികെ ബാക്കി എല്ലാരും കുരങ്ങന്മാരായി, അല്ലെ?
ആ ഭൂരിപക്ഷം വരുന്ന ഡീസന്റ് കാക്കമാര് മൊത്തം ബാലും വന്ന് കുരങ്ങന്മാരായി പോയി. സഹോദരങ്ങളെ, ഇത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് അധർമ്മത്തെ എതിർക്കുക എന്നുള്ളത്. അതിൽ നിന്ന് ഒളിച്ചോടാൻ ഞൊട്ടുന്യായങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞൊട്ടുന്യായങ്ങൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒരു കപ്പൽ ഇങ്ങനെ സഞ്ചരിക്കുക, രണ്ട് തട്ടുള്ള ഒരു കപ്പല്. അപ്പോ മേലത്തെ തട്ടില് ഫുള്ള് ശാസ്ത്രജ്ഞന്മാര്, ആർക്കിടെക്ചേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, മൊത്തം ഭയങ്കര ബുദ്ധിയൊക്കെ ഉള്ള, എന്തൊക്കെയോ പാസ്സായി, എന്തൊക്കെയോ പരീക്ഷ PhD ഒക്കെ എടുത്ത ഒരുപാട് ആളുകളാണ് മേലത്തെ തട്ടിലുള്ളത്. താഴത്തെ തട്ടില് സാധാരണക്കാര്, ഒരു വിവരവും ഇല്ല, മെറൈൻ ഒന്നും അറിയില്ല, ഒരു വസ്തു അറിയില്ല. അങ്ങനെ അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ താഴത്തെ തട്ടുകാരെ കയ്യിലുള്ള കുടിക്കാനൊക്കെ ഉള്ള വെള്ളം കഴിഞ്ഞുപോയി. അങ്ങനെ ഓരെന്ത് ചെയ്യാ, കയ്യിലുള്ള ഒരു ഉളിയും ആ ഒലക്കൊക്കെ എടുത്തിട്ട് കപ്പൽ ഇങ്ങനെ കുത്തി തുളച്ച് തോട്ടേക്കാണ് വെള്ളം കുടിക്കാൻ വേണ്ടി, വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ മേലുള്ള ശാസ്ത്രജ്ഞന്മാരിങ്ങനെ നോക്കിയിട്ട്, തോട്ടയായിക്കോ, നിങ്ങൾ ഇപ്പൊ മുങ്ങിച്ചാവെന്ന് പറഞ്ഞാല് ആരാ ഏറ്റവും വലിയ വിഡ്ഢികള്? ഏറ്റവും വലിയ വിഡ്ഢികൾ ആരാ? ഈ ഒന്നും അറിയാത്ത പൊട്ടന്മാരെക്കാൾ വലിയ വിഡ്ഢികളാണ് മേലെ ഇരിക്കുന്ന ശാസ്ത്രജ്ഞന്മാര്, അല്ലേ സഹോദരങ്ങളെ? ഈ ഒന്നും അറിയാത്ത പാമര ജനങ്ങൾ ജാറത്തേക്ക് പോകുമ്പോ അത് നോക്കി ഇങ്ങള് പോയിക്കോ പൊട്ടന്മാരെന്ന് പറഞ്ഞു നോക്കി നിൽക്കുന്ന ആ ഡീസന്റ് കാക്കമാരാണ് ഏറ്റവും വലിയ പൊട്ടന്മാര്. അവരാണ് ഏറ്റവും വലിയ വിഡ്ഢികള്. അതാവാൻ പാടില്ല. അതാവാൻ ഒരു മുസ്ലിമിന് അനുവദനീയമല്ല. എതിർക്കണം, ശക്തമായി പറയണം. ശക്തമായി പറയാൻ നമ്മുടെ കയ്യിലുള്ള ആയുധം എന്താണ്? വാളാണോ? അല്ല. പരിചയാണോ? അല്ല. AK-47 ആണോ? അല്ല. ചാവേറാണോ? അല്ല. ഇസ്ലാം പ്രചരിപ്പിക്കാൻ ഇതിലൊന്നും യാതൊരു സ്ഥാനവും ഇല്ല. ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എത്രത്തോളം വളർന്നു പോയി എന്നറിയാം നിങ്ങൾ? എത്രത്തോളം എവിടെ എത്തി നിൽക്കുന്നു ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ? ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ഇതിന്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായല്ലോ. ഈ ലവ് ജിഹാദില് മാതൃഭൂമി പത്രം, ഏത് കേരളത്തിലെ ഒരു മുഖ്യ വർത്തമാന പത്രം, ആ മാതൃഭൂമി പത്രം കൊടുത്ത ഒരു സംഭവം ഉണ്ട്. എന്താണെന്നറിയോ? ഒരു ബഷീർ എന്ന് പറഞ്ഞ ഒരു യുവാവ് ഒരു ഹിന്ദു പെൺകുട്ടിനെ പ്രേമിച്ചു. അങ്ങനെ പ്രേമിച്ച് ഒരുപാട് തൊപ്പിയൊക്കെ ഇട്ട് നടക്കണ ബഷീറാണ് കേട്ടോ. അങ്ങനെ പ്രേമിച്ച് വളച്ചു, കല്യാണം കഴിഞ്ഞു, ഒരുപാട് നാള് കഴിഞ്ഞു, ഒന്നിച്ച് ജീവിച്ചു. ബഷീർ ക്യാൻസർ പിടിച്ച് മരിച്ചുപോയി. അപ്പോ ബഷീറിന്റെ മോന് ചെറുതത്രേ. അപ്പൊ ഓന് സ്കൂൾ ചേർക്കാൻ വേണ്ടി പോകുമ്പോ ഓന്റെ ഉമ്മ മതത്തിന്റെ അവിടെ കൊടുത്തത് ഒന്നുമില്ല എന്നാണ്. കാരണം അമ്മ ഹിന്ദു, അച്ഛൻ മുസ്ലിം ആണല്ലോ, അതുകൊണ്ട് മതം ഇല്ല എന്ന് കൊടുത്തു. അങ്ങനെ കാലം കുറെ കഴിഞ്ഞു. ഈ ബഷീർ വളച്ച് കല്യാണം കഴിച്ച ഈ ഹിന്ദു പെൺകുട്ടിക്കും എന്തൊക്കെയോ രോഗം വരാൻ തുടങ്ങി, ഈ മകനും എന്തൊക്കെയോ രോഗം വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ മകൻ അന്വേഷിക്കുന്നത്, എന്താ സംഭവം, എന്താണ് സംഭവം, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്ന് അന്വേഷിക്കുമ്പോ മകൻ കണ്ടെത്തി ബഷീർ എയ്ഡ്സ് രോഗിയായിരുന്നു. എങ്ങനെ? ബഷീർ എയ്ഡ്സ് രോഗിയായിരുന്നു. ആ എയ്ഡ്സ് രോഗം ഹിന്ദു മതത്തിലേക്ക് പടർത്താൻ വേണ്ടിയാണത്രേ ബഷീർ ലവ് ജിഹാദ് എന്ന മാരകമായ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വളച്ചെടുത്ത് അവളെ കല്യാണം കഴിച്ച് അവളിൽ ഒരു കുട്ടിയുണ്ടാക്കിയത്. ഈ എയ്ഡ്സ് രോഗം ഹിന്ദു മതസ്ഥർക്കിടയിലേക്ക് വ്യാപിപ്പിക്കാനാണത്രേ. അപ്പൊ തന്നെ ഈ ബഷീറിന്റെ കുട്ടിന്റെ ഉമ്മ ഓടിച്ചെന്ന് സ്കൂളിലെ മതം ഇല്ല എന്ന പേര് തടഞ്ഞ് അവിടെ ഹിന്ദു എന്ന് പേര് കൊടുത്ത് RSSലെ മെമ്പർഷിപ്പ് എടുത്തു കൊടുത്തു. മുഖ്യധാര പത്രമായ മാതൃഭൂമി പച്ചയായി നാണവും മാനവും ഉളുപ്പുമില്ലാതെ കേരളക്കരയോട് തുറന്നു പറഞ്ഞതാണ്. ഇതാണ് ഇസ്ലാമിന് ഇന്നുള്ള ചിത്രം. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇസ്ലാമിനുള്ള ചിത്രം ഇതാണ്. സത്യത്തിൽ അതാണോ ഇസ്ലാം? സത്യത്തിൽ അതാണോ ഇസ്ലാം? എന്താ ഇസ്ലാം പറയുന്നത്? മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. ലോകത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കഴുത്തിലേക്ക്, നിരപരാധിയായ മനുഷ്യന്റെ കഴുത്തിലേക്ക് കത്തിയെടുത്ത് കുത്തിയാൽ ആ മനുഷ്യൻ ലോകത്ത് ജീവിക്കുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് അവസാനം വരെ ജനിക്കാനിരിക്കുന്ന എല്ലാവരെയും കൊലപ്പെടുത്തിയവന് സമമാണ്. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ആദർശം. ഒരിക്കലും ഇസ്ലാം പ്രചരിപ്പിക്കാൻ, പ്രബോധനം ചെയ്യാൻ യുവാക്കളെ വാള് ആവശ്യമില്ല, പരിച ആവശ്യമില്ല, AK-47 ആവശ്യമില്ല. മറിച്ച് ഖുർആൻ പ്രചരിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം എന്താ? തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ്
കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. കാലത്തിന്റെ അനസ്യൂതമായ ഒഴുക്കിൽ ധർമ്മ സംസ്കാര സദാചാരങ്ങൾക്ക് മൂല്യച്യുതി സംഭവിക്കുമ്പോ ആ ധർമ്മത്തിന്റെ ഉത്തുംഗമായ സോപാനത്തിലേക്ക് ചേക്കേറുവാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കലാമാണ്, അവന്റെ വർത്തമാനമാണ്, അവന്റെ സംസാരമാണ്. ആ ഖുർആൻ നിങ്ങൾ നെഞ്ചിലേറ്റുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴച്ചു പോകുകയില്ല. ആ ഖുർആൻ ഉണ്ടാക്കിയ വിപ്ലവം, ആ ഖുർആൻ ഉണ്ടാക്കിയ മാറ്റത്തിന്റെ തിരമാല, ആ ഖുർആൻ ഉണ്ടാക്കിയ വിപ്ലവത്തിന്റെ കൊടുങ്കാറ്റ് 21ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്ന ലോകത്തിന്റെ ഒഴുക്ക് ഇന്ന് വരെ സാക്ഷ്യം വഹിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ലോകത്ത് വെച്ച് ഏറ്റവും വലിയ വിപ്ലവം ഉണ്ടാക്കിയ ഗ്രന്ഥമാണ് ഖുർആൻ. അതിന് ഏറ്റവും വലിയ തെളിവാരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? മസിൽമാൻ ആയിരുന്ന ഒരു റെസ്ലർ. അദ്ദേഹത്തിന്റെ ശരീരം ബലിഷ്ഠമായിരുന്നു, ഉരുക്ക് മുഷ്ടിയോ പോലെയുള്ള കൈയായിരുന്നു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേട്ടാൽ ഉക്കാല ചന്തയിൽ ഉണ്ടായിരുന്ന തക്കാളിയും ഉള്ളിയും വരെ വെറുക്കുമായിരുന്നു. അത്തരത്തിലുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ താണ്ഡവത്തിന്റെ കാലഘട്ടത്തിൽ ഒരു ദിവസം മുക്കാല ചന്തയിലേക്ക് രാവിലെ തന്നെ കടന്നു ചെന്നു. അവിടെ അതാ ഒരു മനുഷ്യൻ തന്റെ പച്ചക്കറികളൊക്കെ എടുത്തു വെക്കുകയാണ് കച്ചവടത്തിന് വേണ്ടി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എടാ എനിക്കൊരു 5000 ദിനാർ വേണം. കച്ചവടക്കാരൻ പറഞ്ഞു, ഉമറേ 10 ദിവസം ജോലി ചെയ്താലും എനിക്ക് ആ തുക കിട്ടില്ല, എന്നാലും നീ കുറച്ചു കഴിഞ്ഞു വാ, ഞാനത് നിനക്ക് നൽകാം. സാമാന്യം മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യൻ എന്താണ് ചെയ്യുക? തിരിച്ചു പോയിക്കൊണ്ട് മടങ്ങി വരികയാണ് ചെയ്യുക. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്താണെന്നറിയുമോ? ആ മനുഷ്യനെ കൊന്നുകളഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ചെറുവിരൽ മുറിച്ചുകൊണ്ട് തന്റെ കഴുത്തിൽ മാലയാക്കി തൂക്കിയിട്ടുകൊണ്ട് അടുത്ത കടയിലേക്ക് പോയി അടുത്തവനോട് ചോദിക്കുകയാ 5000 ദിനാറിന് വേണ്ടി. തന്റെ കുടുംബം വിറ്റിട്ടാണെങ്കിലും ആ മനുഷ്യൻ കൊടുക്കുമെന്താ കാരണം? അടുത്തതായി ഉമറിന്റെ കഴുത്തിൽ മാലയാകേണ്ടത് അവന്റെ വിരലാണ്, അതുകൊണ്ട് ആരായാലും കൊടുക്കും. അതായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഉമർ. ക്രൂരൻ, അതിക്രൂരൻ. പക്ഷേ പിന്നീട് ഒരു കാലം ഉണ്ടായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ജീവിതത്തിൽ. ആ കാലം ഏതാണെന്നറിയോ? ഒരിക്കൽ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പൊ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് എപ്പോഴും ഒരു വീട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങും ഉമർ ഇബ്നുൽ ഖത്താബ്. ദിവസവും ആ വീട് ഇങ്ങനെ സന്ദർശിക്കും. ഒരു ദിവസം ത്വൽഹ റളിയല്ലാഹു അൻഹു ആ വീട്ടിലൊന്ന് കയറി. ആ വീട്ടിൽ കയറി ചുറ്റുപാടും ഒന്ന് നോക്കി. അപ്പൊ അവിടെ കണ്ടെന്താ അറിയോ? വൃദ്ധയായ ഒരു സ്ത്രീ, എഴുന്നേൽക്കാൻ സാധിക്കാത്ത, നടക്കാൻ സാധിക്കാത്ത, സംസാരിക്കാൻ സാധിക്കാത്ത ഒരു സ്ത്രീ കിടന്ന കിടപ്പിൽ തന്നെയാണ് കാഷ്ടിക്കുകയും മൂത്രിക്കുകയും തുപ്പുകയും ഛർദ്ദിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു സ്ത്രീ. പക്ഷേ വീട് മുഴുവൻ വൃത്തിയായി കിടക്കുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു മെല്ലെ ആ വൃദ്ധയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഉമ്മ, ഇവിടെ ദിവസം ഒരാൾ വരുന്നുണ്ടല്ലോ, ഒരാൾ എപ്പോഴും ഇവിടെ വരാറുണ്ട്, ആരാണ് അയാള്? ആ സ്ത്രീയുടെ കണ്ണ് നിറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞു, മോനെ, അതാരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ 12 മക്കളുണ്ട് എനിക്ക്. ഇതുവരെ ഒരാളും ഈ വാർദ്ധക്യത്തിന്റെ നിസ്സഹായതയിൽ കിടക്കുന്ന എന്റെ കണ്ണുനീരൊന്ന് തുടച്ചു തരാൻ ഉണ്ടായിട്ടില്ല. പക്ഷേ വർഷങ്ങളായി ആ വരുന്ന എന്റെ മക്കളെക്കാൾ ഞാൻ സ്നേഹിക്കുന്ന ആ പൊന്നുമകൻ ദിവസവും എന്റെ അടുത്തേക്ക് വരും. എന്റെ വായിലേക്ക് ഭക്ഷണത്തിന്റെ ഉരുളകൾ വെച്ചു തരും. എന്റെ വൃത്തികേടുകൾ മുഴുവൻ വൃത്തിയാക്കും. എനിക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ മുഴുവനും ചെയ്യും. ഞാൻ കരയുമ്പോ സ്നേഹത്തോടു കൂടി എന്റെ കണ്ണുനീര് തുടച്ചു തരും. എനിക്കൊന്നും കഴിയില്ല. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധ്യമല്ല, ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ല. പക്ഷേ വർഷങ്ങളായി ഒരു ഉമ്മയെപ്പോലെ ആ പൊന്നുമകൻ എന്നെ പരിചരിച്ചു കൊണ്ടിരിക്കുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, ഉമ്മ, അതാരാണെന്നറിയോ ഉമ്മ? ആ ഉമ്മ പറഞ്ഞു, ആരാണെന്നറിയില്ല മോനെ, ആരാ അത്? ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതീ നാടിന്റെ രാജാവാണ്, അതീ നാട് ഭരിക്കുന്ന രാജാവാണ്. 7 ഭൗതിക സാമ്രാജ്യങ്ങളുടെയും ഏക ആത്മീയ സാമ്രാജ്യത്തിന്റെയും കടിഞ്ഞാൻ പിടിക്കുന്ന ചക്രവർത്തി അമീറുൽ മുഅ്മിനീൻ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ദിവസവും നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് നിങ്ങളുടെ അവശിഷ്ടങ്ങൾ മാറുന്നത്. ഏതൊരു ഉമറിന്റെ ധീരതയ്ക്ക് മുന്നിലാണോ പേർഷ്യ റോമൻ സാമ്രാജ്യങ്ങളുടെ സ്വേച്ഛാധിപത്യങ്ങൾ തകർന്നടിഞ്ഞത്? ഏതൊരു ഉമറിന്റെ ധീരതയ്ക്ക് മുന്നിലാണോ പൈശാചികത പോലും തോറ്റ് പിന്മാറിയത്? ആ ഉമറാണുമ്മ
ദിവസവും നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് നിങ്ങളുടെ അവശിഷ്ടങ്ങൾ വൃത്തിയാക്കുന്നതെന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീ രോമാഞ്ച പുളകിതയായിട്ടുണ്ടാകും. എന്തേ കാരണം? രാജാവാണ് എന്നെ പരിചരിക്കുന്നത്, ഈ രാജ്യത്തിന്റെ രാജാവാണ് എന്നെ പരിചരിക്കുന്നത്. ഒരു MLA ആയുള്ള ഹെഡ് വെയിറ്റ് എത്രയാ? ഒരു MLA ആയുള്ള ഹെഡ് വെയിറ്റ് എത്രയാ? ഒരു മുഖ്യമന്ത്രിയായാൽ അവനൊന്ന് റോഡിലൊക്കെ പോകണമെങ്കിൽ പിന്നിലും മുന്നിലുമായി എത്ര വാഹനങ്ങൾ വേണം? അവന് സഞ്ചരിക്കണമെങ്കിൽ എന്തൊക്കെ സംവിധാനങ്ങളുള്ള കാറുകൾ വേണം, അല്ലേ? ഒരു നാടിന്റെ രാജാവായി, സ്വേച്ഛാധിപതിയായി, ഏകാധിപതിയായി, ഡെമോക്രസി അല്ല ഓട്ടോക്രസി, ഏകാധിപത്യം ഉമർ എന്ന് പറഞ്ഞാൽ അത് മാത്രം അവിടെ നടക്കും. അത്തരത്തിലുള്ള കടിഞ്ഞാണും ചെങ്കോലും കിരീടവുമുള്ള ഒരു രാജാവായി മാറിയിട്ടും പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീയുടെ വീട്ടിലേക്ക് കയറി ചെന്ന് അവരുടെ അവശിഷ്ടങ്ങൾ വാരാനും അവരുടെ വായിലേക്ക് ഭക്ഷണത്തിന്റെ ഉരുള വെച്ചു കൊടുക്കാനും മാത്രം ഉമറിന്റെ മനസ്സിനെ പദമുള്ളതാക്കി മാറ്റിയെടുത്തത് ഖുർആനിന്റെ വചനങ്ങളാ. ഒരു കാലത്ത് ഉക്കാലച്ചന്തയിൽ നിരപരാധിയായ മനുഷ്യനെ കൊന്നവന്റെ വിരല് വെട്ടി കഴുത്തിൽ മാലയാക്കി തൂക്കിയിട്ട ഉമർ പിൽക്കാലത്ത് താൻ ഇതുവരെ ജനിച്ചിട്ടറിയാത്ത ഒരു സ്ത്രീയുടെ വീട്ടിൽ കയറി ചെന്ന് പരിചരിക്കുന്ന മനുഷ്യനാക്കി മാറ്റിയത് ഖുർആനിന്റെ വചനങ്ങളാണ്. ആ ഖുർആൻ എങ്ങനെയാണ് AK-47 എൻകറേജ്മെന്റ് ആകുന്നത്? ആ ഖുർആൻ എങ്ങനെയാണ് ചാവേർ ആക്രമണത്തിന് പ്രോത്സാഹനമാകുന്നത്? സഹോദരങ്ങളെ, ഉമറിനെ മാറ്റിയ ഖുർആൻ, ഉമറിന്റെ മനസ്സിലേക്ക് വിപ്ലവത്തിന്റെ തീപ്പൊടി മാറ്റിയ ഖുർആൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുകയായിരുന്നു. ഒരു സന്ദർഭത്തിൽ ഒരു സഹോദരൻ വന്ന് ചോദിച്ചു, എന്താ ഉമറെ കരയുന്നത്? ഉമർ പറഞ്ഞു, യൂഫ്രട്ടീസിന്റെ നദീതീരത്ത് ഏതെങ്കിലും ഒരൊട്ടകം വെള്ളം കിട്ടാതെ ചത്താൽ ആ ഒട്ടകത്തിന്റെ മരണത്തിന് വേണ്ടി അള്ളാന്റെ കോടതിയിൽ ഞാനല്ലേ ഉത്തരം പറയേണ്ടി വരിക എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിന്റെ വല്ലാത്ത മാറ്റം അത് ഈ ഖുർആനിന് ലോകത്തിന്റെ മുന്നിൽ വെക്കാനുള്ള സംഭാവനയാണ്. ആ ഖുർആനാണ് പ്രബോധനത്തിനുള്ള മാനദണ്ഡം. മാർക്കിതാബുകളും പാളക്കിതാബുകളും മൗലിദ് കിതാബുകളും അല്ല. തട്ടിൻപുറത്ത് നിന്ന് ഖുർആൻ, എന്റെയും നിങ്ങളുടെയും വീട്ടിലെ ഖുർആൻ തട്ടിൻപുറത്ത് കിടന്ന് മാറാല പിടിച്ചപ്പോഴും മൗലിദ് കിതാബുകളും പാളക്കിതാബുകളും ഒരു മാറാല പോലും ഇല്ലാതെ സുസ്ഥിരമായി കിടന്നു. മാരണം തട്ടിൻപുറത്ത് നിന്ന് വലിച്ചെറിയുക പാളക്കിതാബുകള്. പകരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് എന്ന ഉന്നതമായ ഗ്രന്ഥം അവിടെ സംസ്ഥാപിക്കപ്പെടട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കുവാനും അതുപോലെ പ്രവർത്തിക്കുവാനുള്ള കഴിവും സന്മനസ്സും നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, മനസ്സിലാക്കുക, ഖുർആൻ കൊണ്ട് തൗഹീദിന്റെ രണാങ്കണത്തിലേക്ക് പ്രബോധനത്തിനിറങ്ങുക. എത്ര ഏറുകൊണ്ടാലും എത്ര കുത്തുകൊണ്ടാലും എത്ര അപഹാസം സഹിച്ചാലും തിരിച്ചടിക്കാൻ പാടുള്ളതല്ല. ഒരു മുസ്ലിമിന് ക്ഷമയാണ് അവന്റെ ഏറ്റവും വലിയ ആയുധം. പുഞ്ചിരിയാണ് അവന്റെ ഏറ്റവും വലിയ ആയുധം. സ്നേഹവും വാത്സല്യവുമാണ് അവന്റെ ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ട് അതുവഴി പ്രബോധനം നടത്തുക. സഹോദരങ്ങളെ, എന്റെ നാട്ടില് ഈ ലവ് ജിഹാദിന്റെ സമയം തന്നെ ഞങ്ങൾ നിച്ച് ഓഫ് ട്രൂത്തിന്റെ കുറച്ച് പ്രവർത്തകരിറങ്ങി. എന്നിട്ട് ഓരോ വീടുകളിലും കയറി ചെന്ന് പറഞ്ഞു, ഇതാണ് സംഭവം, ഇസ്ലാം ഇതിനെ അനുകൂലിക്കുന്നില്ല, ഇസ്ലാം ഇതിനെ അനുകൂലിക്കുന്നില്ല. ജിഹാദി എന്ന ഉന്നതമായ പദത്തിന്റെ കൂടെ ലവ് എന്ന വൃത്തികെട്ട അർത്ഥമുള്ള ഒരു വാക്ക് കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു ഓരോ വീടുകളിലും കയറി പ്രബോധനം ചെയ്തു. അക്കൂട്ടത്തിൽ ഒരു RSSന്റെ ഓഫീസിലും കയറി. RSS VHP സംഘടിതമായുള്ള ഒരു ഓഫീസിൽ ഞങ്ങൾ കയറി ചെന്നപ്പോ തന്നെ അവർക്ക് ആകെ ബേജാറായി. ഇതെന്താ കുറച്ച് താടിക്കാര്, പ്രത്യേകിച്ച് ഈ ലവ് ജിഹാദിന്റെ വിവാദങ്ങളുള്ള സമയത്ത് ഈ താടിക്കാരെന്താ ഇങ്ങോട്ട് കയറി വരുന്നത്? അവർക്കാകെ പേടിയായി, അവരാകെ ബേജാറായി. എന്താ താലിബാന്റെയോ ലഷ്കർ-e തയ്യബിന്റെ ഒക്കെ ആളാണോ എന്ന് ചോദിച്ച് അവർക്കാകെ ബേജാറായി, പേടിയായി. അങ്ങനെ അവസാനം അവര് ഞങ്ങൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ തയ്യാറായി. അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചു, അരമണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞപ്പോ നബിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ പ്രത്യേക സംഭവങ്ങളൊക്കെ എടുത്ത് പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തപ്പോ ആ RSSന്റെ ഏരിയ സെക്രട്ടറിയുടെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അമീറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതല്ലടോ ഞങ്ങൾ മനസ്സിലാക്കിയ ഇസ്ലാം, ഇതല്ലടോ ഞങ്ങൾ മനസ്സിലാക്കിയ ദീന്, ഇതല്ല ഞങ്ങൾ മനസ്സിലാക്കിയ ഇസ്ലാം. ഇല്ല, ഇന്നു മുതൽ നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, ഇന്നു മുതൽ നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളല്ല. അല്ലേ? അവിടെ എന്താണ് തോറ്റത്? അവിടെ എന്താണ് ആയുധമാക്കിയത്? SDP-യുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും NDF-ന്റെയും മൂർച്ചയേറിയ ആയുധങ്ങളും മൂർച്ചയേറിയ വാക്കുകളുമാണോ? അല്ല, മറിച്ച് അവിടെ ആയുധമാക്കിയത് എന്താ?
സ്നേഹം, വാത്സല്യം, പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായ വാത്സല്യത്തിന്റെ പാഠങ്ങള് അത് പറഞ്ഞുകൊടുത്ത അലിയാത്ത മനസ്സുകളില്ല സഹോദരങ്ങളെ. അത് പറഞ്ഞുകൊടുത്ത തകരാത്ത ഹൃദയങ്ങളില്ല. അത് പറഞ്ഞുകൊടുത്ത വിറക്കാത്ത ചുണ്ടുകളില്ല. അത് പറഞ്ഞുകൊടുത്ത നിറയാത്ത കണ്ണുകളില്ല. അത് പറഞ്ഞുകൊടുത്താൽ നെഞ്ചത്ത് പോകാത്ത കൈകളില്ല. അത്രയാണ് പ്രവാചകന്റെ ജീവിതത്തിലെ വാത്സല്യത്തിന്റെ മകുടോദാഹരണം. അതുകൊണ്ട് ആ ജീവിതചര്യവുമായി സമൂഹത്തിന്റെ നടുത്തളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് പ്രബോധനം ചെയ്യുക. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന്റെ മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളെ ഉണർത്താനുള്ളത്, നാമൊക്കെ പരലോകത്തിൽ വിശ്വാസമുള്ളവരാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ആ വിശ്വാസം നശിച്ചു പോകുന്നു, അല്ലെ? പലപ്പോഴും ആ പരലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മയും വിശ്വാസവും നശിച്ചു പോകുന്നു. 1950 ശാസ്ത്രീയമായ ഒരു അടിത്തറ പരലോകത്തിന് ലഭിച്ചിട്ടുണ്ട്. അതും കൂടി മനസ്സിലാക്കുക. കൂടുതൽ വിശ്വാസം ഉറപ്പിക്കാൻ ഉപകാരപ്പെടും, അല്ലെ? ഞാനും നിങ്ങളൊക്കെ ഇപ്പൊ ചോദിച്ചാൽ പറയും, നിങ്ങൾക്ക് പരലോകത്തിൽ വിശ്വാസമുണ്ടോ? ആ പിന്നെ എനിക്ക് പരലോകത്തിൽ വിശ്വാസമുണ്ട്, സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്, പഠിച്ചവനുണ്ട്, മാശരുണ്ട് ഒക്കെ പറയും. പക്ഷേ സത്യത്തിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വിശ്വാസമില്ല. എന്ത് വിശ്വസിക്കണമെങ്കിലും മനുഷ്യർക്ക് ഇപ്പൊ ശാസ്ത്രത്തിന്റെ അടിത്തറ വേണം. അതും പടച്ചോൻ തന്നു കഴിഞ്ഞു. 1950 പ്രസിദ്ധീകരിച്ച എൻസൈക്ലോപീഡിയ ചിക്കാഗോയിലെ 4ാമത്തെ വാള്യം, പേജ് നമ്പർ ഞാൻ മറന്നുപോയി. അതിൽ 2 പാരഗ്രാഫ് ഉണ്ട്. ഓൾ ദി മെറ്റീരിയൽസ് ഇൻ ദ യൂണിവേഴ്സ് വിൽ എക്സ്പ്ലോഡ് അഗെയിൻ ഇൻ അനദർ ബിഗ് ബാങ്, resulting the new phase of universe resembling the present one. If the universe has not bound, the cosmological expansion will not halt, and the galaxies and stars will all die, leaving the cosmic into a cold and virtually empty. Subhanallah. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പരിചയപ്പെടുത്തിയ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാല അൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ലോകത്തിന്റെ സിവിലൈസേഷൻ മുഴുവനും നശിച്ചു പോകുന്ന കഠിനകഠോരമായ ഒരു പ്രതിഭാസം വരാനിരിക്കുന്നു. ഭൂമിയിൽ അന്തർലീനമായ ലാർവകളും ശവശരീരങ്ങളും പുറത്തേക്ക് തള്ളി മനുഷ്യർ കമ്പിളിപ്പുതപ്പിന്റെ ധൂളികളെ പോലെ അന്തരീക്ഷത്തിൽ പറന്നു കളിച്ച് മാമലകൾ പഞ്ഞിക്കെട്ട് പോലെ ആകാശത്തേക്ക് ഉയർന്നു ഭൂമിയുടെ ഗ്രാവിറ്റി പവർ നശിച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉത്തുംഗതയിലെത്തിയ മനുഷ്യൻ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് മാലഹ, എന്താണ് ഈ ഭൂമിക്ക് പറ്റിയതെന്ന് ചോദിച്ചു പോകുന്ന ഒരവസ്ഥ ഈ ലോകത്തിന് വരാനിരിക്കുന്നു എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെങ്കിൽ 1400 വർഷങ്ങൾക്ക് ശേഷം യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും സർവകലാശാലകളിലും ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി അവസാനം ശാസ്ത്രജ്ഞന്മാരുടെ ശാസ്ത്ര കുതികളുടെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വാക്ക് വീണെങ്കിൽ സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അത് ഇസ്ലാം മുന്നോട്ട് വെച്ച ആദർശത്തിന്റെ മഹിമയാണ്, ആദർശത്തിന്റെ പ്രസക്തിയാണ്, ഖുർആനിന്റെ ദൈവികതയുടെ തെളിവ് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ്. അതുമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഇതാ ഈ വെളിയങ്കോട് പ്രദേശത്ത് ഈ സെപ്റ്റംബർ, ഈ തീയതി, ഈ ദിവസം, ഈ സമയത്ത് ഈ വെളിയങ്കോട് പ്രദേശത്തുള്ള എല്ലാവർക്കും തൗഹീദ് പറഞ്ഞതിന് റബ്ബേ നീ സാക്ഷിയാണല്ലാ, നീ സാക്ഷിയാണല്ലാ, നീ സാക്ഷിയാണല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ പ്രവൃത്തികളും ഈ പ്രദേശത്തുള്ള ആളുകളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതിന് പകരം തമ്പുരാനെ അവരുടെ മനസ്സിന്റെ, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു മാറ്റത്തിന്റെ തിരിനി കൊളുത്തണേ അല്ലാ. അല്ലാഹുവേ, സിറിയയിലും ഫലസ്തീനിലും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവരായ ഞങ്ങളുടെ സഹോദരങ്ങളെ അല്ലാഹുവേ നീ രക്ഷിക്കണേ അല്ലാ. അവരുടെ കാരുണ്യം, അവരുടെ കാര്യം നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ, നിരപരാധികളായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നീതി ലഭിക്കാതെ, സത്യം ലഭിക്കാതെ, ദയ ലഭിക്കാതെ, കാരുണ്യം ലഭിക്കാതെ ലോകം മുഴുവൻ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ആ പാവപ്പെട്ട മുസ്ലിമീങ്ങളായ ജനങ്ങളുടെ സംരക്ഷണം അല്ലാ, അത് നിന്റെ കയ്യിലാണ് റബ്ബേ, നിന്റെ കരങ്ങളിലാണല്ലാ. നീ ഒന്ന് വിചാരിച്ചാൽ അവരുടെ ശത്രുക്കളെ നാം അവശേഷമാക്കാൻ സാധിക്കുമല്ല. അല്ലാഹുവേ, പാവപ്പെട്ടവരായ ആക്രമിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് റബ്ബേ മോചനം നൽകണേയല്ല, അവർക്ക് വിമോചനം നൽകണേയല്ല, അവർക്ക് സംരക്ഷണം നൽകണേയല്ല, അവർക്ക് നിർഭയത്വം നൽകണേയല്ല. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله عليه وعلى آله وصحبه وسلم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.